സഹകാരി റേസ് പ്ലസിൻ്റെ മറ്റൊരു സോഷ്യോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം നിങ്ങൾ റിവൈസ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ക്ലാസ്സിൽ നമുക്ക് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് നോക്കാം. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന രണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഫാമിലി എന്ന ടോപ്പിക്ക് റിലേറ്റ് ചെയ്ത് നേരത്തെ എക്സാംസിന് ചോദിച്ച രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് നോക്കാം എന്താണ് എന്ന്. അപ്പോൾ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് എന്താണ്? ദ ടൈപ്പ് ഓഫ് ഫാമിലി ഇൻ വിച്ച് മദർ പ്ലേസ് എ ഡോമിനൻറ്റ് റോൾ ഇൻ ദ ഫാമിലീസ്. അപ്പം ഏത് ടൈപ്പ് ഓഫ് ഫാമിലിയിലാണ് എന്താണ് മദർ ഡോമിനൻറ്റ് റോൾ അല്ലെങ്കിൽ എന്താണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റോള് അമ്മ വഹിക്കുന്നത് ഏത് ടൈപ്പ് ഓഫ് ഫാമിലിയിലെന്നാണ് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കേട്ടറിവ് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് എന്താണ് മാട്രി എന്ന് പറഞ്ഞാൽ എന്താണ് മദർ റിലേറ്റഡ് എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കാം. പക്ഷെ എന്താണ് ഇവിടെ മാട്രി ആണെങ്കിലും രണ്ട് ഓപ്ഷനിലും ഫസ്റ്റ് വേർഡ് മാട്രി ആണെങ്കിലും സെക്കൻഡ് എന്താണ് ഫസ്റ്റ് ഓപ്ഷൻ എ മാട്രി ലോക്കലും ഓപ്ഷൻ ബി എന്ന് പറയുന്നത് മാട്രി ആർക്കൽ ഫാമിലിയാണ്. അപ്പം എന്താണ് പാട്രി ഡെഫിനറ്റ്ലി എന്താണ് നമ്മൾ പാട്രിയാർക്കി എന്ന് പറയുന്നത് എന്താണ് നമ്മൾ മെയിൽ ഡോമിനേഷൻ തന്നെയാണെന്നാണ് നമ്മൾ പാട്രിയാർക്കി മെയിൽ ഡോമിനേഷനെയാണ് എന്ത് നമ്മൾ പാട്രിയാർക്കി എന്ന് പറയുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി എന്താണ് ഈ ഓപ്ഷൻസ് വരില്ല എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവാം. അപ്പോൾ ഇതിൽ രണ്ടിലും നോക്കുമ്പോഴത്തേക്കും ഇവിടുത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. നമുക്കത് എന്തുകൊണ്ടാണ് അതിൻ്റെ ഡെഫിനിഷൻസ് മാട്രി ലോക്കൽ ഫാമിലി ഡിഫറൻസ് എന്താണെന്നൊക്കെ ആയിരിക്കും എന്താണ് നമ്മൾ ഈ ക്ലാസ്സിൽ എന്താണ് നോക്കാൻ അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ദ ടൈപ്പ് ഓഫ് ഫാമിലി വിച്ച് കൺസിസ്റ്റ് ഓഫ് ബ്ലഡ് റിലേഷൻസ് ടുഗെദർ വിത്ത് ദെയർ മേറ്റ്സ് ആൻഡ് ദെയർ ചിൽഡ്രൻ. അപ്പോൾ ബ്ലഡ് റിലേഷൻഷിപ്പ് വരുമ്പോഴത്തേക്കും അത് ഏത് ടൈപ്പ് ഓഫ് ഫാമിലി എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് കോൺസാങ്ഗ്വിനസ് ഫാമിലിയിലാണ് എന്ത് നമ്മൾ ബ്ലഡ് റിലേഷൻഷിപ്പ് വരുമ്പോഴത്തേക്കും നമ്മളത് കോൺസാങ്ഗ്വിനസ് ഫാമിലി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെന്താണ് ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇതും നമ്മൾ ഡിസ്കസ് ചെയ്തത് രണ്ടും എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇത് എന്താണെന്ന് നമുക്ക് വരുന്ന സ്ലൈഡ്സിൽ നോക്കാം. ഓക്കെ, ആദ്യം എന്താണ് നമുക്ക് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താണെന്ന് അറിയണം. എങ്കിലേ എന്താണ് പലതരം സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ പല ടൈപ്പ് ഓഫ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ദ വേർഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ മീൻസ് എസ്റ്റാബ്ലിഷ്ഡ് പ്രാക്ടീസസ്. ഡെഫിനറ്റ്ലി ഇവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. എന്താണ് എസ്റ്റാബ്ലിഷ്ഡ് പ്രാക്ടീസസ് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ് എന്ന് ചോദിച്ചിട്ട് ഓപ്ഷൻസിൽ 4 ഓപ്ഷൻസ് തരാം. അതിലൊരു ഓപ്ഷൻ എന്തായിരിക്കും എസ്റ്റാബ്ലിഷ്ഡ് പ്രാക്ടീസസ് ആയിരിക്കും. അപ്പോൾ എസ്റ്റാബ്ലിഷ്ഡ് പ്രാക്ടീസസ് എന്ന് പറഞ്ഞാൽ ഇവിടെ മീൻ ചെയ്യുന്ന എന്താണ് നമ്മളുടെ സൊസൈറ്റിയിൽ ഓൾറെഡി സ്ഥാപിതമായ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന എന്താണ് കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താണ് അതിനെ എന്താണ് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പ്രാക്ടീസസ് എന്ന് നമ്മൾ പറയുന്നത്. ഓൾറെഡി സ്ഥാപിതമായ ചില പാറ്റേൺസ് അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഫോളോ ചെയ്യുന്ന ചില കാര്യങ്ങൾ അതിനെയാണ് എന്ത് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ദി ക്യാരക്ടറിസ്റ്റിക് ഏജൻസീസ് that integrate social norms. that എന്ത് ചെയ്യും അത് സോഷ്യൽ നോംസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും. that stand to preserve fundamental societal values. അങ്ങനെ സോഷ്യൽ നോംസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് അത് എന്തിനാണ് സ്റ്റാൻഡ് ചെയ്യുന്നത്, എന്തിനാണ് അത് നിലനിൽക്കുന്നത്? ടു പ്രിസർവ് എന്താണ് ഫണ്ടമെൻ്റൽ സൊസൈറ്റൽ വാല്യൂസ്. നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമുള്ള ഏറ്റവും അടിസ്ഥാനപരമായ എന്താണ് മൂല്യങ്ങൾ വാല്യൂസിനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സൊസൈറ്റിയിൽ നിലനിൽക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് സൊസൈറ്റിയിൽ നിലനിൽക്കുന്നത്. അപ്പോൾ എന്താണ് അത് സോഷ്യൽ നോംസിന് എന്താണ് അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏജൻസീസ് ആണ് എന്താണ് ഈ പറയുന്ന സോഷ്യൽ നോംസിനെ അല്ലെങ്കിൽ വാല്യൂസിനെ ക്യാരി ചെയ്യുന്ന ഏജൻസീസ് ആണ് എന്ത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് എസ്റ്റാബ്ലിഷ്ഡ് പ്രാക്ടീസസ്. ഇറ്റ് മീൻസ് എസ്റ്റാബ്ലിഷ്ഡ് പ്രാക്ടീസസ്. Institutions meets the particular basic needs of society like socialization, reproduction, economic functions. അപ്പോൾ എന്താണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്യും നമ്മുടെ സൊസൈറ്റിയിലെ ബേസിക് നീഡ്സ് എന്ത് ചെയ്യും മീറ്റ് ചെയ്യും. അത് ഏതൊക്കെ ആയിരിക്കാം? സോഷ്യലൈസേഷനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയി എന്താണ് നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. എന്താണ് സോഷ്യലൈസേഷൻ്റെ ഏജൻസ് ഫങ്ഷൻസ് ഒക്കെ നമ്മൾ എന്താണ് പറഞ്ഞിരുന്നു.
അപ്പൊ എന്താണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സോഷ്യലൈസേഷന് ഹെൽപ്പ് ചെയ്യുന്നു, അതേപോലെ തന്നെ എന്താണ് റീപ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്നു. എന്താണ് നമുക്ക് ഓരോ തലമുറ കഴിയുന്തോറും എന്താണ് പുതിയ തലമുറയെ ആവശ്യമുണ്ട്. അപ്പൊ എന്താണ് റീപ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്നു, അതേപോലെ തന്നെ എന്താണ് എക്കണോമിക് ഫങ്ഷൻസിന് ഹെൽപ്പ് ചെയ്യുന്നു. എന്താണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ എന്താണ് എക്കോണമി റിലേറ്റഡ്, അപ്പൊ എന്താണ് മണി റിലേറ്റഡ്, ക്യാപിറ്റൽ, മണി ക്യാപിറ്റൽ, അതേപോലത്തെ ഉള്ള എന്താണ് എക്കണോമിക് ഫങ്ഷൻസിനെ ഹെൽപ്പ് ചെയ്യുന്നു. അതേപോലെ തന്നെ എന്താണ് കൺസംഷൻ, എക്സ്പെൻഡിച്ചർ, ഇതെല്ലാം എന്താണ് എക്കണോമി റിലേറ്റഡ് സംഭവങ്ങളാണ്. നമുക്ക് എന്താണ് പൈസ, ചിലവ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതിനെന്താണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താണ് ഹെൽപ്പ് ചെയ്യുന്നു. എക്കണോമിക് നീഡ്സ്, അതേപോലെ തന്നെ റീപ്രൊഡക്ഷൻ, സോഷ്യലൈസേഷൻ, ഇതേപോലത്തെ ഉള്ള ബേസിക് നീഡ്സിന് വേണ്ടിയിട്ട് എന്താണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. These are establishments that make society function. എന്താണ് സൊസൈറ്റി ഫങ്ഷൻ ആക്കാനുള്ള കുറച്ച് എസ്റ്റാബ്ലിഷ്മെന്റ്സ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് എസ്റ്റാബ്ലിഷ്ഡ്, ഓൾറെഡി എന്താണ് സമൂഹത്തിൽ ഉള്ള, ഓൾറെഡി എന്താണ് സമൂഹത്തിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള എന്താണ് സ്ഥാപനങ്ങളെയാണ് എന്ത് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. That make society function, hence referred to as the backbone of every society. അപ്പൊ എന്താണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കും, വാട്ട് ഇസ് റെഫേർഡ് ടു ആസ് ദി ബാക്ക് ബോൺ ഓഫ് സൊസൈറ്റി. അപ്പൊ എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് നമ്മൾ എന്താണ് സൊസൈറ്റിയുടെ ബാക്ക് ബോൺ അല്ലെങ്കിൽ നട്ടെല്ല് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യന് എന്തായാലും ചോദിക്കും. എന്താണ് ബാക്ക് ബോൺ ഓഫ് എവറി സൊസൈറ്റി എന്താണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഓപ്ഷൻസിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കാണും, അല്ലെങ്കിൽ തിരിച്ച് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിട്ടും ഡെഫിനറ്റ്ലി ചോദിക്കാം. അപ്പം അത് നോക്കി വെച്ചോളുക, ഓർത്ത് വെച്ചോളുക. ഇനി എന്താണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ്, ഫീച്ചേഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ സ്റ്റാൻഡേർഡൈസ്ഡ് പ്രാക്ടീസസ്. എന്താണ് ചില സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള പ്രാക്ടീസസിനെയാണ് എന്ത് നമ്മൾ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് ആ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള പ്രാക്ടീസസ് എന്ന് നോക്കാം. ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രപ്പോസ് നോംസ് ആൻഡ് പ്രൊസീജിയേഴ്സ്, മെമ്പേഴ്സ് മസ്റ്റ് ആക്ട് ഇൻ അക്കോർഡൻസ്. അപ്പം എന്താണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കും എന്താ വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ ആവശ്യമുള്ള റൂൾസും നോംസും പ്രൊസീജിയേഴ്സും. നമ്മൾ ഇന്നിന്ന കാര്യങ്ങൾ പഠിക്കണം, ഇന്നിന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യണം, ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നൊക്കെയുള്ള റൂൾസും നോംസും പ്രൊസീജിയേഴ്സൊക്കെ ആരാണ് പ്രപ്പോസ് ചെയ്യുന്നത്, ആരാണ് പറഞ്ഞു വെക്കുന്നത്? ഈ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് എന്ത് ഇതെല്ലാം പറഞ്ഞു വെക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതെല്ലാം പറഞ്ഞു വെക്കുമ്പോൾ ഓരോ സൊസൈറ്റിയിലെ മെമ്പേഴ്സും എന്ത് ചെയ്യണം, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതെല്ലാം പറഞ്ഞു വെക്കുമ്പോൾ, ഈ നോംസും പ്രൊസീജിയേഴ്സും ഒക്കെ പറഞ്ഞു വെക്കുമ്പോൾ സൊസൈറ്റിയിലെ ഓരോ മെമ്പേഴ്സും എന്ത് ചെയ്യണം, അതിനനുസരിച്ച് പെരുമാറണം. മസ്റ്റ് ആക്ട് ഇൻ അക്കോർഡൻസ്. ആക്ട് ഇൻ അക്കോർഡൻസ് ടു വാട്ട്? ആക്ട് ഇൻ അക്കോർഡൻസ് ടു വാട്ട്? ടു ദി norms and procedures, to the norms and procedures that are proposed by these institutions. നമ്മുടെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രപ്പോസ് ചെയ്ത് അല്ലെങ്കിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന നിയമങ്ങളും പ്രൊസീജിയേഴ്സും വാല്യൂസും ഒക്കെ അനുസരിച്ച് എന്താണ് സമൂഹത്തിലെ മെമ്പേഴ്സ്, ആരാണ് നമ്മൾ തന്നെയാണ് എന്ത് നമ്മുടെ സൊസൈറ്റിയിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്, അതിനനുസരിച്ച് എന്ത് ചെയ്യണം, നമ്മൾ പ്രവർത്തിക്കണം. അതാണ് എന്ത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ സ്റ്റാൻഡേർഡൈസ്ഡ് പ്രാക്ടീസസ് എന്ന് പറഞ്ഞാലുള്ള അർത്ഥം. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ഹൗ ഡു യു ബിഹേവ് വെൻ അറ്റ് സ്കൂൾ. നമ്മൾ ഒരു സ്കൂളിലായിരിക്കുമ്പോൾ എന്താണ് നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ബിഹേവ് ചെയ്തിരുന്നു എന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ സ്കൂളിൽ നമുക്ക് തോന്നിയ പോലെ ബിഹേവ് ചെയ്യാൻ പറ്റില്ല. രാവിലെ കൃത്യസമയത്ത് ക്ലാസ്സിലെത്തണം, കൃത്യസമയത്ത് ഓരോരോ പീരീഡ് കഴിഞ്ഞ് ബെല്ലടിക്കുന്നു, കൃത്യസമയത്ത് ബ്രേക്ക് ഉണ്ട്. എന്താ നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ട് റെസ്പെക്റ്റ്ഫുൾ ആയിട്ടാണ് എന്ത് നമ്മൾ സ്കൂളിൽ ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ സ്കൂളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് എടുക്കുമ്പോൾ എന്താണ് സ്കൂളിൽ ചില റൂൾസും പ്രൊസീജിയേഴ്സൊക്കെ നമുക്ക് പറയുന്നു. അവരുടെ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. അപ്പോൾ എന്താണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നു, റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് പ്രപ്പോസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ സ്കൂൾ എക്സാമ്പിളായിട്ട് എടുത്താൽ എന്താണ് ആ റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് എന്താണ് സ്റ്റുഡൻ്റ് ആയ നമ്മൾ എന്ത് ചെയ്യുന്നു അതേപോലെ ഫോളോ ചെയ്യുന്നു. അതാണ് എന്ത് സ്റ്റാൻഡേർഡൈസ്ഡ് പ്രാക്ടീസസിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്യാരക്ടറിസ്റ്റിക് എന്താണെന്ന് നോക്കാം. ദീസ് ആർ യൂണിവേഴ്സൽ ആൻഡ് സോഷ്യൽ. എന്താണ് യൂണിവേഴ്സൽ ആൻഡ് സോഷ്യൽ എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ എന്താണ് യൂണിവേഴ്സൽ ആൻഡ് സോഷ്യൽ. യൂണിവേഴ്സൽ എന്ന് പറഞ്ഞാൽ എന്താണ്
എല്ലാ സ്ഥലത്തും എന്താണ്, ലോകമെമ്പാടും എന്താണ്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാണും. ഒന്നീ ഒരുപോലെ ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് അവരുടെ ഫങ്ഷൻസ് ഡിഫറെൻ്റ് ആയിരിക്കാം. പക്ഷെ എന്താണ്, ലോകത്തുള്ള എല്ലാ സൊസൈറ്റിയിലും എന്താണ്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിലനിൽക്കുന്നുണ്ട്. ഇനി അതാണ് എന്താണ് യൂണിവേഴ്സലിൻ്റെ അർത്ഥം. ഇനി എന്താണ് സോഷ്യൽ എന്ന് നോക്കാം. ഇൻഡിവിജ്വൽസ് കളക്റ്റീവ് ആക്ടിവിറ്റീസ് ആൻഡ് സോഷ്യൽ റിലേഷൻഷിപ്പ്. എന്താണ് ഇൻഡിവിജ്വൽസ് എന്താണ് കളക്റ്റീവ് ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്നു, അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ കൂടി എന്താണ് ത്രൂ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താണ് ഇൻഡിവിജ്വൽസ് കളക്റ്റീവ് ആക്ടിവിറ്റീസ് ചെയ്യുന്നു. അതേപോലെ എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴി എന്താണ് അവർ സോഷ്യൽ റിലേഷൻഷിപ്സിൽ എന്താണ് എൻഗേജ് ആവുന്നു. ഇപ്പം എന്താണ് ഫാമിലി എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. നമുക്ക് എന്താണ് ഫാമിലിയെ കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കാം. അപ്പോൾ ഇവിടെ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ് ഫാമിലി ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോൾ എന്താണ് സോഷ്യൽ റിലേഷൻഷിപ്സ് ഫാമിലിയിൽ എന്തൊക്കെയായിരിക്കാം, എന്താണ് മദർ ഫാദർ, അതേപോലെ തന്നെ എന്താണ് സൺ, ഡോട്ടർ, സിബ്ലിങ്സ്, ഇതെല്ലാം എന്താണ് സോഷ്യൽ റിലേഷൻഷിപ്സ് ആണ്. അപ്പോൾ എന്താണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ കൂടി എന്താണ് ഇൻഡിവിജ്വൽസ് കളക്റ്റീവായിട്ട് ആക്ട് ചെയ്യുന്നു, ഒന്നിച്ച് ആക്ട് ചെയ്യുന്നു. എന്താണ് ഫാമിലിയിൽ എല്ലാവരും കളക്റ്റീവായിട്ട് ആക്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ എന്താണ് സോഷ്യൽ റിലേഷൻഷിപ്സ് എന്താണ് ഫോം ചെയ്യുന്നു. പ്രിസർവ് സോഷ്യൽ ഓർഡർ ആൻഡ് സ്റ്റെബിലിറ്റി ഫോർ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് സൊസൈറ്റി. എന്താണ് സൊസൈറ്റിയുടെ സ്മൂത്ത് ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ട് എന്താണ് സൊസൈറ്റി ഓർഡറായിട്ട് സോഷ്യൽ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് സോഷ്യൽ ഓർഡർ എന്താണ് പ്രിസർവ് ചെയ്യുന്നു. അതെന്താണ് ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ ഓർഡർ എന്താണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രിസർവ് ചെയ്യുന്നു. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയായിരിക്കാം, യൂണിവേഴ്സൽ ഇൻ നേച്ചർ ആണോ എന്ന് ചോദിക്കാം. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ യൂണിവേഴ്സൽ ഇൻ നേച്ചർ, അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ചിലപ്പോൾ എന്താണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കാം, ഇറ്റ് ഇസ് നോട്ട് യൂണിവേഴ്സൽ ഇൻ നേച്ചർ എന്നായിരിക്കാം. നോട്ട് വന്നാൽ എന്താണ് അവിടെ സ്റ്റേറ്റ്മെന്റ് തെറ്റായിരിക്കും. അപ്പം പിന്നെന്താണ് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, ഇറ്റ് വോണ്ട് പ്രിസർവ് സോഷ്യൽ ഓർഡർ എന്ന് ചോദിക്കാം. ഇറ്റ് വോണ്ട് പ്രിസർവ് സോഷ്യൽ ഓർഡർ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഇറ്റ് വോണ്ട് പ്രിഫർ എന്ന് പറഞ്ഞാൽ എന്താണ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അതെന്ത് ചെയ്യും, സോഷ്യൽ ഓർഡർ പ്രിസർവ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്, സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു ഫോർ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് സൊസൈറ്റി. അതാണ് എന്താണ് ദീസ് ആർ യൂണിവേഴ്സൽ ആൻഡ് സോഷ്യൽ എന്ന് പറഞ്ഞാലുള്ള മീനിങ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ക്യാരക്ടറിസ്റ്റിക് എന്താണെന്ന് നോക്കാം. കൺട്രോളിങ് മെക്കാനിസം ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താണ് ഒരു കൺട്രോളിങ് മെക്കാനിസം അല്ലെങ്കിൽ എന്താണ് കൺട്രോളിങ് ഏജന്റ് ആയിട്ട് എന്താണ് വർക്ക് ചെയ്യുന്നു. എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും എന്താണ് ഒരു കൺട്രോളിങ് ഫാക്ടർ ആണ്. ഓൾ അവർ ആക്ഷൻസ് ആർ റെഗുലേറ്റഡ് ടു ബിഹേവ് ഇൻ ആൻ അക്സെപ്റ്റഡ് വേ. എന്താണ് നമ്മുടെ എല്ലാ ആക്ഷൻസും എന്താണ് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നു, അവരെന്താണ് നിയന്ത്രിക്കുന്നു നമ്മുടെ എല്ലാ ആക്ഷൻസിനെയും. എന്തിനു വേണ്ടിയിട്ടാണ് അവർ നമ്മളെ നിയന്ത്രിക്കുന്നത്, ടു ബിഹേവ് ഇൻ ആൻ അക്സെപ്റ്റഡ് വേ. നമ്മുടെ സൊസൈറ്റിയിൽ പെരുമാറാനുള്ളതിന് എന്താണ് ഒരു അക്സെപ്റ്റഡ് വേ ഉണ്ട്. നമുക്ക് തോന്നുന്ന പോലെ എന്താണ് നമുക്ക് സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റുകയില്ല. അവർ പറഞ്ഞിരിക്കുന്ന നമ്മുടെ സൊസൈറ്റിയിൽ എന്ത് രീതിയിലാണോ നമ്മൾ പ്രവർത്തിക്കേണ്ടത് ആ രീതിയിൽ നമ്മൾ ബിഹേവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ രീതിയിൽ പെരുമാറാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മുടെ എല്ലാ ആക്ഷൻസും എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് റെഗുലേറ്റ് ചെയ്യുന്നു. അതാണ് എന്താണ് കൺട്രോളിങ് മെക്കാനിസം എന്ന് പറഞ്ഞാലുള്ള അർത്ഥം. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കൺട്രോളിങ് മെക്കാനിസം എന്താണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ബിഹേവിയേഴ്സിനെ റെഗുലേറ്റ് ചെയ്യുന്നു. എന്തിന്, നമ്മളൊരു അക്സെപ്റ്റഡ് വേയിൽ തന്നെ എന്താണ് നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ ബിഹേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തത്, ദീസ് ആർ റിലേറ്റീവ്ലി പെർമനന്റ് ഇൻ നേച്ചർ. അതായത് എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ റിലേറ്റീവ്ലി പെർമനന്റ് ഇൻ നേച്ചർ. ക്വസ്റ്റ്യൻ എന്തായിരിക്കാം, ഇൻസ്റ്റിറ്റ്യൂഷൻസ് പെർമനന്റ് ആണോ എന്ന് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ എന്താണ് ആൻസർ ശരിയാണ്. സ്റ്റേറ്റ്മെന്റിൽ എന്തായിരിക്കാം, ചിലപ്പോൾ പെർമനന്റ് ആണെന്ന് തന്നെ ആയിരിക്കാം സ്റ്റേറ്റ്മെന്റ്, ചിലപ്പോൾ ഇറ്റ് ഇസ് നോട്ട് പെർമനന്റ് എന്ന് ചോദിച്ചാൽ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ചേഞ്ചസ് ടേക്സ് പ്ലേസ് ഗ്രാജുവലി ആൻഡ് സ്ലോലി നോട്ട് സഡൻലി. അപ്പം എന്താണ് റിലേറ്റീവ്ലി പെർമനന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരിക്കലും എന്താണ് ചേഞ്ച് ഉണ്ടാവുകയില്ല എന്നല്ല, ഒരിക്കലും മാറ്റം ഉണ്ടാവുകയില്ല എന്നല്ല. എന്താണ് ചേഞ്ച് എന്താണ് പതുക്കെയാണ് സംഭവിക്കുന്നത്, ഒറ്റയടിക്ക് ഒരു ചേഞ്ച് ഉണ്ടാവുന്നതല്ല. പതുക്കെ ആയിരിക്കും എന്താണ് സൊസൈറ്റിയിൽ ചേഞ്ച് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഒരുപാട് കാലം എന്താണ് അതേപോലെ തന്നെ
നിലനിൽക്കും, എന്താണ് റിലേറ്റീവ്ലി പെർമനന്റ് ആണ് എന്ത് നമ്മുടെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഡെഫിനിഷൻസ് നോക്കാം. അപ്പോൾ ഹോട്ടൺ ആൻഡ് ഹണ്ടിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അല്ലെങ്കിൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ഹോട്ടൺ ആൻഡ് ഹണ്ട് പറയുന്ന ഡെഫിനിഷൻ പ്രകാരം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ആൻ ഓർഗനൈസ്ഡ് സിസ്റ്റം ഓഫ് റിലേഷൻഷിപ്സ് ദാറ്റ് എംബോഡി സ്പെസിഫിക് സ്റ്റാൻഡേർഡ് റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ദാറ്റ് മീറ്റ് സൊസൈറ്റീസ് ബേസിക് നീഡ്സ്. അപ്പോൾ എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള എന്താണ് ഒരു സിസ്റ്റമാണ്. എന്തിൻ്റെ സിസ്റ്റം ഓഫ് റിലേഷൻഷിപ്സ്, ഒരു ഓർഗനൈസ്ഡ് സിസ്റ്റം ഓഫ് റിലേഷൻഷിപ്സ് ദാറ്റ് എംബോഡി സ്പെസിഫിക് സ്റ്റാൻഡേർഡ് റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. അപ്പം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താണ് സ്റ്റാൻഡേർഡ്സും പ്രൊസീജിയേഴ്സും റൂൾസ് ഒക്കെ എന്താണ് പ്രപ്പോസ് ചെയ്യുന്നു. നമ്മൾ എന്ത് ചെയ്യണം, സൊസൈറ്റിയുടെ മെമ്പേഴ്സായ നമ്മൾ അതനുസരിച്ച് എന്ത് ചെയ്യണം, ആക്ട് ചെയ്യണം. ദാറ്റ് മീറ്റ് സൊസൈറ്റീസ് ബേസിക് നീഡ്സ്. അപ്പോൾ എന്താണ് ഈ റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എംബോഡി ചെയ്യുന്ന റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആയിരിക്കും എന്താണ് സൊസൈറ്റിയുടെ ബേസിക് നീഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അതാണ് എന്ത് ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ഹോട്ടൺ ആൻഡ് ഹണ്ട് പറഞ്ഞ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇനി ബൊഗാഡസിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ബൊഗാഡസ് എന്താണ് പറഞ്ഞത്? എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇസ് എ സ്ട്രക്ചർ ഓഫ് സൊസൈറ്റി ദാറ്റ് ഇസ് ഓർഗനൈസ്ഡ് ടു മീറ്റ് ദി നീഡ്സ് ഓഫ് പീപ്പിൾ ചീഫ്ലി ത്രൂ വെൽ എസ്റ്റാബ്ലിഷ്ഡ് പ്രൊസീജിയേഴ്സ്. എന്താണ് സെയിം മീനിങ് തന്നെയാണ്. എന്താണ് ഒരു സ്ട്രക്ചർ ഓഫ് സൊസൈറ്റിയാണ്. എന്താ അത് ഓർഗനൈസ്ഡ് ആണ്. എന്തിനാണ് അത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്? ടു മീറ്റ് ദി നീഡ്സ് ഓഫ് പീപ്പിൾ. അത് തന്നെയാണ് എന്ത് നമ്മൾ ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. സൊസൈറ്റിയുടെ ബേസിക് നീഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഗനൈസ് ചെയ്തിരിക്കുന്ന സിസ്റ്റം. അതേ സെയിം മീനിങ് തന്നെയാണ് എന്ത് ഈ ഡെഫിനിഷനും ഉള്ളത്. ടു മീറ്റ് ദി ബേസിക് നീഡ്സ് ഓഫ് പീപ്പിൾ എങ്ങനെ? വെൽ എസ്റ്റാബ്ലിഷ്ഡ് പ്രൊസീജിയേഴ്സ്, ത്രൂ വെൽ എസ്റ്റാബ്ലിഷ്ഡ് പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഓൾറെഡി പറഞ്ഞു വെച്ചിരിക്കുന്ന നോംസ് ആൻഡ് പ്രൊസീജിയേഴ്സിനെയാണ് എന്ത് വെൽ എസ്റ്റാബ്ലിഷ്ഡ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. H.E. ബാൺസിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ദി സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് മെഷീനറി ത്രൂ വിച്ച് ഹ്യൂമൻ സൊസൈറ്റി ഓർഗനൈസസ്, directs and executes the multifarious activities required to society for human need. എന്താണ് നമ്മുടെ ഹ്യൂമൻ നീഡിന് ആവശ്യമുള്ള ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് അത് ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു മെഷീനറി, അതിനെയാണ് എന്ത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നതെന്ന് H.E. ബാർണസ് പറയുന്നു. ഓക്കെ, ഇനി നമുക്ക് പ്രധാനപ്പെട്ട സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ ടൈപ്സ് ഒക്കെ എന്താണ്, ഓരോന്നിനും എന്താണ് മീനിങ് എന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ നേരത്തെ സോഷ്യലൈസേഷൻ പഠിച്ചപ്പോൾ എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൈമറി സോഷ്യലൈസിങ് ഏജൻറ്റ് ഏതാണെന്ന് നമ്മൾ പഠിച്ചു. നമ്മൾ എന്ത് പറഞ്ഞു? ഫാമിലിയാണ് എന്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൈമറി ആയിട്ടുള്ള സോഷ്യലൈസിങ് ഏജൻറ്റ്. ഇവിടെയും അതുപോലെ തന്നെയാണ്. ഫാമിലി എന്താണ് ഒരു എസ്റ്റാബ്ലിഷ്ഡ് പ്രാക്ടീസാണ്. നമ്മൾ സൊസൈറ്റിയിൽ ബേസിക് ആയിട്ട് ഹ്യൂമൻ നീഡ്സ് നമ്മൾ എവിടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഫാമിലിയിലാണ്. ഫാമിലിയിൽ നിന്നാണ് എന്ത് നമ്മൾ സൊസൈറ്റിയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സും നോംസും ഒക്കെ ഏറ്റവും ആദ്യമായിട്ട് എന്താണ് പഠിച്ച് തുടങ്ങുന്നത്. അപ്പോൾ സൊസൈറ്റിയിലെ ഏറ്റവും പ്രാധാന്യമുള്ള എന്താണ് പ്രൈമറി ആയിട്ടുള്ള സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ക്വസ്റ്റ്യൻ: പ്രൈമറി ആയിട്ടുള്ള സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതെന്ന് ചോദിച്ചാൽ എന്താണ് നമ്മൾ ഫാമിലി എന്ന് ആൻസർ ചെയ്യുന്നു. ഫാമിലിയാണ് പ്രൈമറി സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. സോ ദ വേർഡ് ഫാമിലി is derived from the Latin word familis, which means servant. ലാറ്റിൻ വേർഡായ ഫാമിലസിൽ നിന്നാണ് ഫാമിലി എന്ന് പറയുന്ന ടേം എന്താണ് നമ്മൾ ഡിറൈവ് ചെയ്ത് എടുക്കുന്നത്. വിച്ച് മീൻസ് എന്താണ് സെർവൻറ്റ്. അതായത് ഫാമിലിസ് എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിനെയാണ് എന്ത് ലാറ്റിൻ വേർഡിൻ്റെ മീനിങ് ആണ് എന്ത് സെർവൻറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു ഡൊമസ്റ്റിക് ഹെൽപ്പർ അല്ലെങ്കിൽ നമ്മൾ ഹൗസ് ഹോൾഡ് വർക്കർ എന്നൊക്കെ പറയില്ലേ, അതാണ് അവിടെ മീനിങ് ആയിട്ട് വരുന്നത്. നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെ നമ്മൾ സെർവൻറ്റിനെ മീൻ ചെയ്യാം. നമ്മൾ മോഡേൺ സെൻസിൽ സെർവൻറ്റ് എന്ന് പറയില്ല, പക്ഷേ ലാറ്റിൻ വേർഡായ ഫാമിലിസിൻ്റെ മീനിങ് സെർവൻ്റ് ആണ്. ആ വേർഡിൽ നിന്നാണ് ഫാമിലി എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തെടുത്തത് എന്ന് ഓർത്ത് വെക്കുക. അത് വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അപ്പോൾ ഇറ്റ് ഈസ് ദ പ്രൈമറി സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പറഞ്ഞു. നോ സൊസൈറ്റി എക്സിസ്റ്റ് വിത്തൗട്ട് എനി ഫോം ഓഫ് ഫാമിലി ഓർഗനൈസേഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് എന്താണ് നമ്മൾ യൂണിവേഴ്സാലിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഇതേപോലെ നമ്മൾ സോഷ്യലൈസേഷൻ പഠിച്ചപ്പോഴും എന്താണ് ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് യൂണിവേഴ്സാലിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ സൊസൈറ്റിയിലും എന്താണ് ഫാമിലി എന്ന് പറയുന്ന സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ചിലപ്പോൾ എന്താണ് അവരുടെ രീതി വേറെ ആയിരിക്കാം, അവർ ഫോളോ ചെയ്യുന്ന കൾച്ചർ വേറെ ആയിരിക്കാം, നോംസ് വേറെ ആയിരിക്കാം, പ്രൊസീജിയേഴ്സ് വേറെ ആയിരിക്കാം. പക്ഷേ എന്തെങ്കിലും തരത്തിലുള്ളൊരു ഫാമിലി എന്താണ് ലോകത്തുള്ള എല്ലാ സൊസൈറ്റിയിലും കാണപ്പെടുന്നു. അതാണ് എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നോ സൊസൈറ്റി എക്സിസ്റ്റ് വിത്തൗട്ട് എനി ഫോം ഓഫ് ഫാമിലി ഓർഗനൈസേഷൻ. ഓക്കെ, അടുത്തത് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ബോണ്ടഡ് ബൈ ടൈസ് ഓഫ് ബ്ലഡ്, കോമൺ ആൻസസ്ട്രി, മാരേജ് ആൻഡ് അഡോപ്ഷൻ ഓർ കിൻഷിപ്പ്. അഡോപ്ഷൻ ആണ്, അഡോപ്ഷൻ വൈ അല്ല ടി. അഡോപ്ഷൻ ഓർ കിൻഷിപ്പ് എന്താണ്? ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ബോണ്ടഡ് ബൈ ടൈപ്സ് ഓഫ് ബ്ലഡ് ആയിരിക്കാം. എന്താണ്? സോറി, ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ബോണ്ടഡ് ബൈ ടൈസ് ഓഫ് ബ്ലഡ്. എന്താണ്? നമ്മുടെ അച്ഛനമ്മ, അനിയൻ, ഇവരൊക്കെ എന്താണ്? നമ്മുടെ ഓൺ ബ്ലഡ്, നമ്മുടെ സ്വന്തം രക്തത്തിലുള്ള എന്താണ് റിലേഷൻഷിപ്പാണ്. അങ്ങനെ നമ്മുടെ സ്വന്തം രക്തത്തിലുള്ള ആൾക്കാർ കൂടി ചേരുന്നതായിരിക്കാം ഫാമിലി. അല്ലെങ്കിൽ എന്താണ്? കോമൺ ആൻസിസ്ട്രിയിൽ വരുന്ന ആൾക്കാരായിരിക്കാം എന്ത് ഫാമിലി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്താണ്? കോമൺ ആൻസിസ്ട്രിയിൽ വരുന്ന ആൾക്കാരിനെ ആയിരിക്കാം നമ്മൾ ഫാമിലി എന്ന് പറയും. നമ്മളെ പൂർവികരായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്ത് ഇത് എൻ്റെ ഫാമിലിയിൽ നിന്നുള്ള ആൾക്കാരാണെന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിരിക്കാം എന്ത് ഫാമിലി എന്ന് പറയുന്നത്. പിന്നെന്താണ്? മാരേജ് വഴി ഉണ്ടാകാം ഫാമിലി എന്ന് പറയുന്നത്. അപ്പം എന്താണ്? ബ്ലഡ് ടൈസ് മാത്രം ആകണമെന്നില്ല, നമ്മുടെ മാരേജ് വഴിയും എന്താണ് ഫാമിലി ഉണ്ടാകാം. അതുപോലെ തന്നെയാണ് അഡോപ്ഷനും എന്താണ് ഒരു കൈൻഡ് ഓഫ് ഫാമിലി ടൈ തന്നെയാണ്. അതേപോലെ തന്നെ എന്താണ് നമ്മുടെ കിൻഷിപ്പ് റിലേഷൻ. അപ്പോൾ കിൻഷിപ്പ് എന്താണെന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. തൽക്കാലം ഇത്രയും ഓർത്ത് വെക്കുക. അല്ലെങ്കിൽ കിൻഷിപ്പ് എന്താണെന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് വരുന്ന സ്ലൈഡ്സിൽ. തൽക്കാലം ഇത്രയും അറിഞ്ഞ് വെക്കുക. ഇനി നമുക്ക് ഫാമിലിയുടെ കുറച്ച് ഡെഫിനേഷൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ മലിനോസ്കിയുടെ ഡെഫിനേഷൻ എന്താണെന്ന് നോക്കാം. മലിനോസ്കിയുടെ ഡെഫിനേഷൻ പ്രകാരം ഫാമിലി ഇസ് എ ഗ്രൂപ്പ് കൺസിസ്റ്റിംഗ് ഓഫ് എ മദർ, ഫാദർ ആൻഡ് ദെയർ പ്രോജനി അല്ലെങ്കിൽ ഓഫ് സ്പ്രിങ്. അതായത് എന്താണ്? കുട്ടികൾ. ഇറ്റ് ഈസ് എ ബയോളജിക്കൽ യൂണിറ്റ് വിത്ത് എ കോമൺ ഡ്വെല്ലിംഗ് പ്ലേസ് for its members with institutionalized or sanctioned sex relationships between husband and wife. അപ്പോൾ മലിനോസ്കിയുടെ ഡെഫിനേഷൻ പ്രകാരം ഫാമിലി എന്താണ്? ഒരു ഗ്രൂപ്പാണ്. ഒരു ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ ഒന്നിലധികം ആൾക്കാർ ഡെഫിനറ്റ്ലി കാണും. അപ്പോൾ എന്താണ്? ഗ്രൂപ്പിൽ ആരൊക്കെ ഉണ്ട്? കൺസിസ്റ്റിംഗ് ഓഫ് എ മദർ, ഫാദർ ആൻഡ് പ്രോജനി അല്ലെങ്കിൽ ഓഫ് സ്പ്രിങ്. മദർ, ഫാദർ അല്ലെങ്കിൽ എന്താണ് അല്ല മദർ, ഫാദർ, അവരുടെ കുട്ടികളും ചേരുന്നതാണ് എന്ത് ഫാമിലി എന്ന് മലിനോസ്കി പറയുന്നു. അത് മാത്രമല്ല വേറെന്താണ്? അതൊരു ബയോളജിക്കൽ യൂണിറ്റ് ആണ്. ഒരു ബയോളജിക്കൽ യൂണിറ്റ് ആണ് വിത്ത് എ കോമൺ ഡ്വെല്ലിംഗ് പ്ലേസ്. എന്താണ്? എല്ലാവരും ഒരു കൂരയ്ക്ക് കീഴിലായിരിക്കും എന്താണ് താമസിക്കുന്നത്. ഫോർ ഇറ്റ്സ് മെമ്പേഴ്സ് വിത്ത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് അല്ലെങ്കിൽ എന്താണ് സാങ്ഷൻഡ് ആയിട്ടുള്ള സെക്സ് പ്രാക്ടീസസ് അല്ലെങ്കിൽ സെക്സ് റിലേഷൻഷിപ്സ് ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. എന്താണ്? ആ ഒരു കോമൺ ഡ്വെല്ലിംഗ് പ്ലേസിൽ എന്താണ് ഹസ്ബൻഡിനും വൈഫിനും എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷണലി സാങ്ഷൻഡ് ആയിട്ടുള്ള സെക്സ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. അതാണ് എന്ത് ഫാമിലിയുടെ ഡെഫിനേഷനായിട്ട് എന്ത് മലിനോസ്കി പറയുന്നത്. ജോർജ് മോർഡോക്കിന്റെ ഡെഫിനേഷൻ എന്താന്ന് നോക്കാം. ഹി ഡിഫൈൻഡ് ഫാമിലി ആസ് എ സോഷ്യൽ ഗ്രൂപ്പ് ക്യാരക്ടറൈസ്ഡ് ബൈ എന്താണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് കോമൺ റെസിഡൻസ്. എന്താണ്? ഒരു വീടിനുള്ളിലായിരിക്കും എന്താണ് എല്ലാവരും താമസിക്കുക. എക്കണോമിക് കോഓപ്പറേഷൻ കാണും. എന്താണ്? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് എക്കണോമിക്കലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. എന്താണ്? അച്ഛനമ്മ ജോലിക്ക് പോകുന്നു, അല്ലെങ്കിൽ എന്താണ് ചേട്ടനോ അനിയനോ ഒക്കെ ജോലിക്ക് പോകുന്നു. ചിലപ്പോൾ ഒരാൾ ജോലിക്ക് പോകണം എന്നില്ല. അപ്പോൾ എന്താണ് അയാളുടെ എന്താണ് കാര്യങ്ങളൊക്കെ ഫാമിലിയിലുള്ള ബാക്കി നമ്മുടെ മെമ്പേഴ്സ് നോക്കും. ആൻഡ് റീപ്രൊഡക്ഷൻ ഇറ്റ് ഇൻക്ലൂഡ്സ് എന്താണ് അഡൽട്ട്സ് ഓഫ് ബോത്ത് സെക്സസ്. എന്താണ്? മെയിലും ഫീമെയിലും ഒക്കെ കാണും. എന്താണ്? അറ്റ്ലീസ്റ്റ് 2 of whom maintain a socially approved sexual relation and 1 or more children. എന്താണ്? അറ്റ്ലീസ്റ്റ് എന്താണ് ബോത്ത് സെക്സസിൽ 2 പേരെങ്കിലും എന്താണ് സോഷ്യലി അപ്രൂവ്ഡ് ആയിട്ടുള്ള എന്താണ് സെക്ഷൽ റിലേഷന് ഉണ്ടായിരിക്കും. ആൻഡ് 1 or more children. എന്താണ്? ഒരാളല്ലെങ്കിൽ 2 കുട്ടികൾ ഡെഫിനറ്റ്ലി കാണണം. ഓൺഡ് ഓർ അഡാപ്റ്റഡ് ആയിരിക്കാം. അപ്പോൾ കുട്ടികൾ എന്താണ് ബ്ലഡ് റിലേഷൻ തന്നെ ആവണം എന്നില്ല. കുട്ടികൾ എന്താണ് ബ്ലഡ് റിലേഷൻഷിപ്പ് തന്നെ ആകണമെന്നില്ല. ഒന്നീ ഓൺഡായിരിക്കാം, ബ്ലഡ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കാം അഡോപ്റ്റ് ചെയ്തതായിരിക്കാം. അവരെ നമ്മൾ എന്താണ് നമ്മുടെ സ്വന്തമായിട്ട് തന്നെയാണ് എന്താണ് കാണുന്നത്. ഓഫ് ദ സെക്ഷലി കോഹാബിറ്റഡ് അഡൽട്ട്സ്. എന്താണ്? ഈ സെക്ഷലി കോഹാബിറ്റഡ് ആയിട്ടുള്ള അതായത് സെക്ഷലി ഒന്നിച്ച് താമസിക്കുന്ന അഡൾട്ട്സിൻ്റെ കുട്ടികളായിരിക്കണം എന്താണ് ഇവർ എന്ന്
പറയുന്നത്. അത് ബ്ലഡ് റിലേഷനുള്ള കുട്ടിയായാലും നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന കുട്ടിയായാലും എന്താണ്, ഒരേപോലെ തന്നെയാണ്, ഒന്ന് തന്നെയാണ്. അതാണ് ജോർജ് മർഡോക്കിൻ്റെ ഡെഫിനിഷൻ. ഓക്കെ, ഇനി നമ്മുടെ ഫാമിലിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ദേ യൂണിവേഴ്സാലിറ്റി, എല്ലാവരുടെയും സെയിം ക്യാരക്ടറിസ്റ്റിക് യൂണിവേഴ്സാലിറ്റി തന്നെയാണ്. എല്ലാ സൊസൈറ്റിയിലും എല്ലാ സമൂഹത്തിലും എന്താണ്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും കാണും. അപ്പോൾ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാണും എന്ന് പറഞ്ഞാൽ എന്താണ്, ടൈപ്സ് ഓഫ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും എല്ലാ സൊസൈറ്റിയിലും കാണും. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന തന്നെയാണ് യൂണിവേഴ്സാലിറ്റി, കൺസിഡേർഡ് ആസ് ദി ന്യൂക്ലിയസ് ആൻഡ് ഓൾഡസ്റ്റ് ഓഫ് ഓൾ സോഷ്യൽ ഓർഗനൈസേഷൻ. അപ്പം ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഏത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു സോഷ്യൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് ചോദിച്ചാൽ എന്താണ്, ഫാമിലി ആണ് എന്ത് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. സോ എന്താണ്, ഇറ്റ് എക്സിസ്റ്റ് അറൌണ്ട് ഓൾ പാർട്സ് ഓഫ് ദി വേൾഡ്, എല്ലാ സ്ഥലത്തും എന്താണ്, ലോകത്തിൻ്റെ എല്ലാ സൊസൈറ്റിയിലും എല്ലാ പാർട്സിലും എന്താണ്, ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഫാമിലി എന്തായാലും കാണും. എവറി കൾച്ചർ ഐഡൻറ്റിഫൈസ് എ ഫാമിലി സ്ട്രക്ചർ ദാറ്റ് കൺട്രോൾസ് ബിഹേവിയർ ഓഫ് ദ മെമ്പേഴ്സ്. അപ്പം എന്താണ് ഫാമിലി ചെയ്യുന്നത്, എല്ലാ സൊസൈറ്റിയിലും അല്ലെങ്കിൽ എല്ലാ കൾച്ചറിലും എന്താണ്, ഫാമിലി സ്ട്രക്ചർ ഉണ്ട്. അതെന്ത് ചെയ്യും, കൺട്രോൾസ് ബിഹേവിയർ ഓഫ് ദി മെമ്പേഴ്സ്. ഫാമിലിയിലുള്ള മെമ്പേഴ്സിൻ്റെ ബിഹേവിയേഴ്സ്, പെരുമാറ്റം അവർ കൺട്രോൾ ചെയ്യുന്നു. എന്തിനാണ് നമ്മൾ നേരത്തെ പഠിച്ചതാണെന്ത് അതിൻ്റെ ആൻസർ. ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ എന്താണ്, ടു ഗെറ്റ് എ socially accepted form of behavior. അല്ലെങ്കിൽ എന്താണ്, to act in a particular way, to act in accordance to the society. ഓക്കെ, രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫാമിലി എന്താണ്, ലിമിറ്റഡ് സൈസ്. In terms of biological conditions, household consisting of husband, wife, mother, father, son or daughter. എന്താണ്, ഒരു ഫാമിലി എന്താണ്, ലിമിറ്റഡ് സൈസ് ആയിരിക്കും. ലോകത്തുള്ള എല്ലാ ആൾക്കാരും എന്താണ്, ഒരു ഫാമിലിയിലാണെന്ന് നമുക്ക് എന്താണ് പറയാൻ പറ്റില്ല. അപ്പം എന്താണ്, ഒരു പർട്ടിക്കുലർ ലിമിറ്റഡ് സൈസ് കാണും എല്ലാ ഫാമിലിയിലും. എന്താണ്, അപ്പം ബയോളജിക്കൽ കണ്ടീഷൻസ് വെച്ച് ആരൊക്കെ കാണും, എന്താണ്, ഹൗസ് ഹോൾഡിൽ ഹസ്ബൻഡ് കാണും, വൈഫ് കാണും, എന്താണ്, മദർ, ഫാദർ അല്ലെങ്കിൽ എന്താണ്, സൺ, ഡോട്ടർ, എന്താണ്, ഇവരെല്ലാം കാണും. ഫ്രം ജോയിൻറ്റ് ഫാമിലി ടു ന്യൂക്ലിയർ ഫാമിലി. അപ്പം എന്താണ്, സൈസ് ബേസ്ഡ് ആയിട്ട് എന്താണ്, നമ്മൾ ജോയിൻറ്റ് ഫാമിലിയിൽ നിന്നും ഒരു ന്യൂക്ലിയർ ഫാമിലിയുടെ കാലഘട്ടത്തിലാണ് എന്ത് ഇപ്പോൾ ജീവിക്കുന്നത്. അതായത് ജോയിൻറ്റ് ഫാമിലി ഇപ്പോൾ ഇല്ലെന്നല്ല, ജോയിൻറ്റ് ഫാമിലി ഏറ്റവും കൂടുതൽ കാണപ്പെട്ടിരുന്നത് എവിടെയാണ്, ട്രഡീഷണൽ സൊസൈറ്റിയിലാണ് എന്താണ്, ജോയിൻറ്റ് ഫാമിലി ഏറ്റവും കൂടുതൽ കാണപ്പെട്ടിരുന്നത്. അങ്ങനെ സൊസൈറ്റി ചേഞ്ച് ചെയ്ത് എന്താണ്, ഇൻഡസ്ട്രിയലൈസേഷൻ, മെക്കനൈസേഷനൊക്കെ വന്നപ്പോൾ എന്താണ്, അർബനൈസേഷനൊക്കെ വന്നപ്പോൾ എന്താണ്, ജോയിൻറ്റ് ഫാമിലി എന്താണ്, ന്യൂക്ലിയർ ഫാമിലി ആയിട്ട് മാറി. ന്യൂക്ലിയർ ഫാമിലി എന്താണെന്ന് നമ്മൾ പഠിക്കും, എന്നാലും ഇവിടെ നിങ്ങൾ എന്താണെന്ന് കേട്ടോളൂ. എന്താണ്, ഒരു മദർ ഫാദർ അല്ലെങ്കിൽ എന്താണ്, മദർ ഫാദർ അല്ലെങ്കിൽ എന്താണ്, ഹസ്ബൻഡ് വൈഫ്, അവരുടെ അൺമാരീഡ് ആയിട്ടുള്ള ചിൽഡ്രൻ, ഇവരെയാണ് എന്ത് നമ്മൾ ഇപ്പോൾ, അതായത് നമ്മുടെ മോഡേൺ സൊസൈറ്റിയിൽ ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്നത്. അച്ഛനും അമ്മയും കുട്ടികളും അടങ്ങുന്ന ചെറിയൊരു ലിമിറ്റഡ് സൈസ് ആയിട്ടുള്ള ഒരു ഫാമിലിനെയാണ് നമ്മൾ എന്താണ്, ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂക്ലിയർ ഫാമിലി ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നമ്മൾ ജീവിക്കുന്ന ഇപ്പോഴത്തെ സമൂഹത്തിലാണ്, അതായത് മോഡേൺ സൊസൈറ്റിയിൽ. അപ്പോൾ എന്താണ്, ട്രഡീഷണൽ സൊസൈറ്റിയിൽ നിന്നും മോഡേൺ സൊസൈറ്റിയിലോട്ട് നമ്മൾ ചേഞ്ച് ചെയ്ത് വന്നപ്പോൾ എന്താണ്, ജോയിൻറ്റ് ഫാമിലിയിൽ നിന്നും നമ്മൾ ന്യൂക്ലിയർ ഫാമിലിയിലോട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ എന്താണ്, നമ്മുടെ മോഡേൺ സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഫാമിലീസ് ന്യൂക്ലിയർ ഫാമിലി. ട്രഡീഷണൽ സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഫാമിലി ഏതെന്ന് ചോദിച്ചാൽ അതേതാണ്, ജോയിൻറ്റ് ഫാമിലിയാണ്. ഓക്കെ, മനസ്സിലായില്ലേ? അടുത്ത ക്യാരക്ടറിസ്റ്റിക്, കോമൺ ഹാബിറ്റേഷൻ. അതെന്താണ്, ഒന്നിച്ച് താമസിക്കുന്നു. ഹാബിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ താമസിക്കുന്നത്, നമ്മുടെ വീട്, നമ്മൾ താമസിക്കുന്ന സ്ഥലം, ഹാബിറ്റാറ്റ്. ഫോർ ബേസിക് സർവൈവൽ നീഡ്സ്. എന്തിനാണ് നമ്മൾ ഒന്നിച്ച് താമസിക്കുന്നത്, നമ്മുടെ ബേസിക് സർവൈവൽ നീഡ്സിന് വേണ്ടിയിട്ട്. അതെന്തൊക്കെയാണ്, ഫുഡ്, ഷെൽട്ടർ, ക്ലോത്തിങ് ആൻഡ് ടു ഹാവ് എന്താണ്, ഒരു ഷെയർഡ് എക്സ്പീരിയൻസ്. നമ്മൾ ഒന്നിച്ച് ഒരു കുടക്കീഴിൽ താമസിക്കുന്നു എന്നൊക്കെ പറയില്ലേ,
അതേപോലെ എന്താണ് നമ്മുടെ ബേസിക് സർവൈവൽ നീഡ്സ് എന്താണ് അവിടെ നമുക്ക് കിട്ടുന്നു. ഫുഡ്, ഷെൽട്ടർ കിട്ടുന്നു, ക്ലോത്തിങ് കിട്ടുന്നു. അതേപോലെ തന്നെ എന്താണ് ഒരു ഷെയർഡ് എക്സ്പീരിയൻസ്, അങ്ങനെ ഒന്നിച്ച് ഗ്രൂപ്പായിട്ട് ഒന്നിച്ച് താമസിക്കുന്നതിൻ്റെ ഒരു അനുഭവം എന്താണ് നമുക്ക് കിട്ടുന്നു. അടുത്തത് സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാമിലി ഈസ് ഐഡൻറ്റിഫൈഡ് ബൈ ഡിസ്റ്റിങ്ക്റ്റ് നെയിം ദാറ്റ് ഗിവ്സ് റെപ്രസെൻറ്റേഷൻ. അപ്പോൾ നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? നെയിമാണ് നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ. അതെന്താണ്? നമ്മൾ ഓരോ ഫാമിലിയിൽ നിന്നും മറ്റൊരു ഫാമിലിയെ ഐഡൻറ്റിഫൈ ചെയ്യാൻ എന്താണ് നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ എന്താണ്? ഓരോ ഫാമിലീസ് ഐഡൻറ്റിഫൈഡ് ബൈ ഡിസ്റ്റിങ്ക്റ്റ് നെയിം, അതിനെയാണ് നമ്മൾ എന്താണ് നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. ഒരു നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് എന്താണ്? നമ്മൾ ഈ റോയൽ ഫാമിലീസിനെയൊക്കെ പണ്ട് എന്താണ് ഓരോരോ പേര് പറഞ്ഞ് വിളിക്കുന്നുണ്ടായിരുന്നു. എന്താണ്? കോലോത്തിരി, അറക്കൽ കുടുംബം, അങ്ങനെയൊക്കെ പറയില്ലേ? കോലോത്തിരി കുടുംബം, അറക്കൽ രാജവംശം, അങ്ങനെ പറയുന്നതിനാണ് നമ്മൾ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. പിന്നെന്താണ്? അടുത്ത 2 ക്യാരക്ടറിസ്റ്റിക് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ഇമോഷണൽ ബേസിസ്. അതെന്താണ്? നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. നമ്മൾ സോഷ്യലൈസേഷൻ പഠിച്ചപ്പോഴും എന്ത് ഇമോഷണൽ ബേസിനെ കുറിച്ച് ഫാമിലിയുടെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് പറഞ്ഞിരുന്നു. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിശ്വാസം, ഫാമിലി എന്ത് സംഭവിച്ചാലും ഫാമിലി ഉണ്ട്, ആ ഒരു വിശ്വാസം, ഒരു ഇമോഷണൽ കണക്ഷനെയാണ് എന്ത് ഇവിടെ ഇമോഷണൽ ബേസിസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് എന്താണ് എക്കണോമിക് പ്രൊവിഷൻ. നമ്മുടെ ബേസിക് നീഡ്സ് ആയ ഫുഡ് ഷെൽട്ടറിനൊക്കെ എന്താണ്? ഫുഡ് ഷെൽട്ടറൊക്കെ എന്താണ്? നമ്മുടെ ബേസിക് നീഡ്സും അതേപോലെ തന്നെ എന്താണ് നമ്മുടെ എക്കണോമിക് പ്രൊവിഷനും ആണ്. ഫോർ എക്സാമ്പിൾ, ഒരു ഫാമിലിയുള്ള കുട്ടിക്ക് എന്താണ് സാലറി ഒന്നും കാണത്തില്ല. അവർക്ക് എന്താണ് പഠിക്കണം, അതിനുള്ള ഫീസൊക്കെ ആരായിരിക്കും കൊടുക്കുക? എന്താണ് ആ ഫാമിലിയിലെ ആ കുട്ടിയുടെ അച്ഛനും അമ്മയും ആയിരിക്കും. അപ്പോൾ ഈ കുട്ടിക്ക് ആവശ്യമുള്ള എക്കണോമിക് പ്രൊവിഷൻ എന്താണ്? ഫാമിലിയിൽ നിന്നും ആ കുട്ടിയുടെ പാരൻസ് ആയിരിക്കും എന്ത് ആ കുട്ടിക്ക് കൊടുക്കുക. അത് നമുക്ക് എക്കണോമിക് പ്രൊവിഷൻ്റെ എന്താണ് ഒരു എക്സാമ്പിളായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്ത് ഫാമിലിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് ഫാമിലിയുടെ ഫങ്ഷൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാറ്റിസ്ഫാക്ഷൻ ഓഫ് സെക്സ് നീഡ്സ്. അപ്പോൾ എന്താണ്? സെക്സ് ഇൻസ്റ്റിങ്ക്റ്റ് ഇസ് ദി നാച്ചുറൽ ആൻഡ് ബയോളജിക്കൽ ഏർജ് ഓഫ് ഹ്യൂമൻ ബീങ്സ്. അപ്പോൾ എന്താണ്? ഹ്യൂമൻ ബീയിങ്സിന് എന്താണ് നാച്ചുറലായിട്ട് നമുക്ക് എന്താണ് ബയോളജിക്കലി തോന്നുന്ന എന്താണ് ബേസിക് ആയിട്ടുള്ള ഏർജ് ആണ് എന്ത് സെക്സ് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത്. The satisfaction of sex desires requires that male and female should live together as എന്താണ് ഹസ്ബൻഡ് ആൻഡ് വൈഫ്. അപ്പോൾ നമ്മുടെ സൊസൈറ്റിയുടെ എന്താണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരം എന്താണ് ഈ നമ്മുടെ ബേസിക് ഏർജ് ആയിട്ടുള്ള സെക്സ് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ എന്താണ് മെയിലും ഫീമെയിലും എന്താണ് ഷുഡ് ലീവ് ടുഗെദർ ആസ് ഹസ്ബൻഡ് ആൻഡ് വൈഫ്. അതിനെയാണ് എന്ത് സാറ്റിസ്ഫാക്ഷൻ ഓഫ് സെക്സ് നീഡ്സ് ആണ് അപ്പോൾ എന്ത് ഫാമിലിയുടെ ഒരു ബേസിക് ഫങ്ഷൻ എന്ന് പറയുന്നത്. ഫാമിലി സാറ്റിസ്ഫൈസ് സെക്ഷൽ ഡിസയർസ് ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ത്രൂ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാരേജ്. അപ്പോൾ എന്താണ് ഈ സെക്ഷൽ ഡിസയർ ഫാമിലി എങ്ങനെയാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്? മാരേജ് എന്ന് പറയുന്ന അടുത്ത ടൈപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൂടിയാണ് എന്ത് ഫാമിലി ഈ സെക്ഷൽ ഡിസയറിനെ എന്താണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. വിത്തൗട്ട് ഫാമിലി ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് സെക്സ് നീഡ്സ് ഇസ് ഇമ്പോസിബിൾ. അപ്പോൾ നമ്മുടെ സൊസൈറ്റിയൽ ലോസ് പ്രകാരം സൊസൈറ്റി പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു അക്സെപ്റ്റൻസ് നോംസ് ആൻഡ് പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡ് പ്രൊസീജിയേഴ്സ് പ്രകാരം എന്താണ് വിത്തൗട്ട് ഫാമിലി എന്താണ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് സെക്സ് നീഡ്സ് എന്താണ് സാധിക്കുക ഇല്ല. അപ്പോൾ എന്താണ് അതാണ് ഒരു ബേസിക് ഫങ്ഷൻ ഓഫ് ഫാമിലി എന്ന് നമ്മൾ പറയുന്നത്. അടുത്ത ഫങ്ഷൻ എന്താണെന്ന് നോക്കാം. റീപ്രൊഡക്ഷൻ. The task of race perpetuation to replace members in society. എന്താണ് ഓരോ കാലഘട്ടം കഴിയുമ്പോൾ എന്താണ് സൊസൈറ്റിയിൽ കുറേ ആൾക്കാർ എന്താണ് കൊഴിഞ്ഞു പോയിക്കൊണ്ടേ ഇരിക്കും. അപ്പം എന്താണ് അവരെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് പുതിയ പുതിയ ആൾക്കാരെ വേണം. അതിനാണ് എന്ത് നമ്മൾ ഫാമിലിയിൽ നമ്മൾ റീപ്രൊഡക്ഷൻ എന്താണ് അതിനാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അതാണ് ടാസ്ക് ഓഫ് റേസ് പെർപെച്വേഷൻ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ടു റീപ്ലേസ് മെമ്പേഴ്സ് ഇൻ സൊസൈറ്റി. ഓരോ ഡെത്തിനും എന്താണ് പുതിയ ജനനം ഉണ്ടാകണം. The family is an institution par excellence of the reproduction and the rearing of children. അതായത് എന്താണ് എന്തിനു വേണ്ടിയിട്ടാണ് റീപ്രൊഡക്ഷനും അതുപോലെ എന്താണ് കുട്ടികളെ റെയർ ചെയ്യാനും കുട്ടികളെ വളർത്തിയെടുക്കാനും വേണ്ടിയിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് എന്ത് ഫാമിലി എന്ന് പറയുന്നത്. It secures a legitimate and responsible basis for procreation by regulating sexual behavior. അപ്പോൾ നമ്മുടെ സൊസൈറ്റി പറയുന്നതനുസരിച്ചിട്ടുള്ള ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള അതായത് എന്താണ് ലീഗൽ ആയിട്ടുള്ള അതുപോലെ തന്നെ എന്താണ് റെസ്പോൺസിബിൾ ബേസിസ് ഫോർ പ്രോക്രിയേഷൻ ബൈ റെഗുലേറ്റിംഗ് സെക്ഷൽ ബിഹേവിയർ. അപ്പോൾ എന്താണ് സെക്ഷൽ ബിഹേവിയർ റെഗുലേറ്റ് ചെയ്തുകൊണ്ട് തന്നെ എന്താണ് ഒരു അക്സെപ്റ്റഡ് ഫോം ഓഫ് സെക്ഷൽ ബിഹേവിയർ കൊണ്ടുവന്നിട്ട് എന്താണ് പ്രോക്രിയേഷന് ഹെൽപ്പ് ചെയ്യുന്ന അതുവഴി റീപ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്ന എന്താണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് എന്ത് ഫാമിലി എന്ന് പറയുന്നത്.
ഇറ്റ് പ്രൊവൈഡ്സ് കെയർ ആൻഡ് പേഴ്സണൽ പ്രൊട്ടക്ഷൻ ടു ന്യൂലി ബോൺ ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് ചിൽഡ്രൻ. അപ്പം എന്താണ്, അത് മാത്രമല്ല പിന്നെ വേറെ എന്താണ് ഫാമിലിയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, പുതിയതായിട്ട് ജനിച്ച ന്യൂലി ബോൺ ഹ്യൂമൻ ബീയിങ്സ് കുട്ടികൾക്ക് എന്താണ് കെയറും പ്രൊട്ടക്ഷനും കൊടുക്കുക എന്നതും ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്, ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇതാണെന്ത് റീപ്രൊഡക്ഷനിൽ വരുന്നത്. അടുത്ത ഓർഗനൈസിങ് പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ. ദ ഫാമിലി ഹാസ് ബീൻ എ ട്രഡീഷണൽ മീൻസ് ഫോർ സെക്യൂറിംഗ് ദി മെമ്പേഴ്സ് വിത്ത് ദ കൺസംഷൻ നീഡ്സ്. എന്താണ് നേരത്തെ പറഞ്ഞ എക്കണോമിക് പ്രൊഡക്ഷൻ തന്നെയാണ് എന്ത് ഇവിടെ പറയുന്നത്, എക്കണോമിക് പ്രൊഡക്ഷൻ തന്നെയാണ്. നമ്മുടെ ബേസിക് കൺസംഷൻ നീഡ്സ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്, നമ്മുടെ ഫാമിലിയിൽ നിന്നുമാണ് നമുക്ക് ബേസിക് കൺസംഷൻ നീഡ്സ് കിട്ടുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള എന്താണ് ഒരു ട്രഡീഷണൽ മീൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പണ്ട് കാലം തൊട്ടേ നമ്മുടെ ബേസിക് കൺസംഷൻ നീഡ്സ് എവിടെയാണ് നമുക്ക് സാറ്റിസ്ഫൈ ആവുന്നത്, നമ്മുടെ ഫാമിലിയിലാണ്. അപ്പോൾ എന്താണ് ഓർഗനൈസിങ് പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ എന്ന് പറയുന്നത് ഫാമിലിയുടെ ഒരു ഫങ്ഷനാണ്. അടുത്ത സോഷ്യലൈസേഷൻ ഓഫ് ചിൽഡ്രൻ. നമ്മളത് സോഷ്യലൈസേഷനിൽ ഡിസ്കസ് ചെയ്തതാണ്. എന്ത് ഫാമിലീസ് റെസ്പോൺസിബിൾ നോട്ട് ഓൺലി ഫോർ റീപ്രൊഡക്ഷനോ അല്ലെങ്കിൽ ബേസിക് സെക്ഷൽ നീഡ്സോ കൺസംഷൻ നീഡ്സോ സാറ്റിസ്ഫൈ ചെയ്യാൻ മാത്രമല്ല, ബട്ട് ഓൾസോ എന്താണ് ഫോർ എൻഷുറിംഗ് ദാറ്റ് ഇറ്റ്സ് ചിൽഡ്രൻ ആർ എൻകറേജ്ഡ് ടു അക്സെപ്റ്റ് ദി ലൈഫ് സ്റ്റൈൽ ഇറ്റ് ഫേവേഴ്സ്, ടു മാസ്റ്റർ ദി സ്കിൽസ് ഇറ്റ് വാല്യൂസ് ആൻഡ് പെർഫോം ദി വർക്ക് റിക്വയർഡ്. ലൈഫ് സ്റ്റൈൽ ഇറ്റ് ഫേവേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്, സൊസൈറ്റി അല്ലെങ്കിൽ ഫാമിലി ഫേവർ ചെയ്യുന്ന ലൈഫ് സ്റ്റൈൽ, അതേപോലെ തന്നെ വാല്യൂസ്, അതേപോലെ തന്നെ പെർഫോം ദി വർക്ക് റിക്വയർഡ്. നമുക്ക് ആവശ്യമുള്ള സൊസൈറ്റിയിൽ ആവശ്യമുള്ള വാല്യൂസും സ്കിൽസും ഒക്കെ എന്താണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എവിടെ നിന്നാണ്, പ്രൈമറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ്, നമ്മുടെ ഫാമിലിയാണ്. അതാണ് എന്ത് സോഷ്യലൈസേഷൻ ഓഫ് ചിൽഡ്രൻ്റെ മീനിങ് എന്ന് പറയുന്നത്. പ്രോപ്പർട്ടി ട്രാൻസ്ഫർമേഷൻ. The family act as an agency for holding and transmission of property. എന്താണ് ഹോൾഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ നമ്മുടെ കയ്യിൽ തന്നെ വെച്ചേക്കുക. ട്രാൻസ്മിഷൻ എന്താണ്, നമ്മൾ മറ്റൊരാൾക്ക് എന്താണ് കൊടുക്കുക. അപ്പം എന്താണ് ഫാമിലിയിൽ തന്നെയാണ് എന്താണ് നമ്മുടെ പ്രോപ്പർട്ടി ഓണർഷിപ്പ് നിലനിൽക്കുന്നത്. നമ്മൾ എന്താണ് നമ്മുടെ കയ്യിലുള്ള പ്രോപ്പർട്ടി നമ്മൾ തന്നെ വെച്ചേക്കുന്നു. നമ്മുടെ കുട്ടികൾ വലുതാകുമ്പോൾ എന്താണ് നമ്മൾ അവരിലേക്ക് എന്താണ് ട്രാൻസ്ഫോം ചെയ്ത് കൊടുക്കുന്നു. Most families accumulate much property, such as land, goods, money and other forms of wealth. അപ്പോൾ എന്താണ് മോസ്റ്റ് ഫാമിലീസ് എന്താണ് എല്ലാ ഫാമിലീസും എന്താണ് പ്രോപ്പർട്ടി അക്വയർ ചെയ്യുന്നു. അതേപോലെ തന്നെ എന്താണ് പൈസ ഉണ്ടെങ്കിൽ എന്താണ് നമ്മൾ ഭൂമി വാങ്ങിച്ചിടുന്നു, നമ്മൾ ഗുഡ്സ് മേടിക്കുന്നു, അതേപോലെ തന്നെ എന്താണ് നമ്മൾ മണിയൊക്കെ എന്താണ് നിക്ഷേപിക്കുന്നു, സേവ് ചെയ്യുന്നു. ഇതെല്ലാം എന്താണ് ഫാമിലിയുടെ പ്രോപ്പർട്ടി ട്രാൻസ്ഫർമേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഫങ്ഷൻസ് ആണ്. ദ ഫാമിലി ട്രാൻസ്മിറ്റ്സ് ദി പ്രോപ്പർട്ടി ഫ്രം വൺ ജനറേഷൻ ടു അതർ. അതാണ് എന്താണ് ട്രാൻസ്മിഷൻ ഓഫ് പ്രോപ്പർട്ടി. അതേ സെയിം തന്നെയാണ്. എന്താണ് ഒരു ജനറേഷനിൽ നിന്ന് എന്താണ് മറ്റൊരു ജനറേഷനിലേക്ക് എന്താണ് ഫാമിലി എന്താണ് പ്രോപ്പർട്ടി എന്താണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ, അതാണ് എന്ത് ഫങ്ഷൻസ് ഓഫ് ഫാമിലിയാണ് എന്താണ് നമ്മൾ ഇത്രയും നേരം എന്താണ് ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ഫാമിലി സൈക്കിൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഫാമിലി സൈക്കിൾ എന്താണെന്ന് നോക്കുമ്പോൾ എന്താണ് ഫാമിലി സൈക്കിളിൽ ഉള്ള എന്താണ് സ്റ്റേജസും അതിൽ വരുന്ന ഓരോ ബിഗിനിങ് ഫേസും എൻഡ് ഫേസും എന്താണെന്ന് നോക്കാം. അപ്പോൾ ചിലപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫസ്റ്റ് ഫേസ് ഫോർമേഷൻ ആണ്, അതിൻ്റെ ബിഗിനിങ് ഫേസ് ഏതാണ്, എൻഡ് ഫേസ് ഏതാണ് എന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഫേസസ് നമുക്ക് ഏതാണെന്ന് ആദ്യം ഒന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഫേസ് എന്താണ്, ഫോർമേഷൻ ഫേസ് ആണ്. അതെന്താണ് ഒരു ഫാമിലി ഫോം ചെയ്യുന്ന ഉണ്ടായി വരുന്ന ഒരു ഫേസ് ആണ് എന്ത് ഫോർമേഷൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് എന്താണ് എക്സ്റ്റൻഷൻ ഫേസ്, പിന്നെ എന്താണ് കംപ്ലീറ്റ് എക്സ്റ്റൻഷൻ, കോൺട്രാക്ഷൻ, കംപ്ലീറ്റഡ് കോൺട്രാക്ഷൻ ആൻഡ് ഡിസൊല്യൂഷൻ. അപ്പോൾ എന്താണ് നമുക്ക് ഓരോ ഫേസ് എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഫേസ് എന്താണ്, ഫോർമേഷൻ ഫേസ് ആണ് ഫസ്റ്റ് ഫേസ്. അതിൽ ബിഗിനിങ് ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ് മാരേജ് വഴി എന്താണ് ഒരു ഫാമിലി ഫോം ചെയ്യുന്നു. അതിൻ്റെ എൻഡ് ഫേസ് എന്താണ് ബർത്ത് ഓഫ് ഫസ്റ്റ് ചൈൽഡ്. അതിൻ്റെ എൻഡ് ഫേസ് എന്താണ് ബർത്ത് ഓഫ് ഫസ്റ്റ് ചൈൽഡ്. അപ്പോൾ ബിഗിനിങ് ഫേസിൽ മാരേജ് വഴി ഒരു ഫാമിലി ഫോം ചെയ്യുന്നു. ആ ഫസ്റ്റ് ഫോർമേഷൻ ഫേസിൻ്റെ എന്താണ് എൻഡ് ഫേസ് എന്താണ് ആദ്യത്തെ കുട്ടി ജനിക്കുന്നു. അപ്പോൾ എന്താണ് സെക്കൻഡ് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്നു. ആദ്യത്തെ കുട്ടി ജനിക്കുമ്പോൾ എന്താണ് ഫസ്റ്റ് സ്റ്റേജ് ആയ ഫോർമേഷൻ സ്റ്റേജ് എൻഡ് ചെയ്തിട്ട് സെക്കൻഡ് സ്റ്റേജ് ആയ എക്സ്റ്റൻഷൻ സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്നു. അവിടെ എന്താണ് ബിഗിനിങ് ഫേസ്, ഈ ഫസ്റ്റ് ഫേസിൻ്റെ എൻഡ് ഫേസ് തന്നെയാണ് എന്ത് സെക്കൻഡ് ഫേസിൻ്റെ സ്റ്റാർട്ടിംഗ് ഫേസ് എന്ന് പറയുന്നത്. അതായത് ഫോർമേഷൻ ഫേസിൻ്റെ എൻഡ് ഫേസ് ആയിരുന്നു ബർത്ത് ഓഫ് ഫസ്റ്റ് ചൈൽഡ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഫേസ് ആയ എക്സ്റ്റൻഷൻ്റെ ഫസ്റ്റ് ബിഗിനിങ് ഫേസ് എന്താണ് ബർത്ത് ഓഫ് ഫസ്റ്റ് ചൈൽഡ് ആണ്. എന്നിട്ട് അതിൻ്റെ എൻഡ് ഫേസസ് സെക്കൻഡ് സ്റ്റേജിൻ്റെ എൻഡ് ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ് ബർത്ത് ഓഫ് ലാസ്റ്റ് ചൈൽഡ്. എന്താണ് അവസാനത്തെ കുട്ടി ജനിക്കുന്നതാണ് എന്ത് എൻഡ് ഫേസ് എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റേജ് ആയ എക്സ്റ്റൻഷൻ്റെ എൻഡ് ഫേസ് ആണ് എന്ത് ബർത്ത് ഓഫ് ലാസ്റ്റ് ചൈൽഡ് എന്ന് പറയുന്നത്.
ഇനി തേർഡ് ഫേസ് എന്താണ്? കംപ്ലീറ്റ് എക്സ്റ്റൻഷൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എൻ ഫേസ് കഴിഞ്ഞാൽ പിന്നെ എന്താണ് നെക്സ്റ്റ് ഫേസിൻ്റെ ഫസ്റ്റ് ബിഗിനിങ് ഫേസ് എന്ന് പറയുന്നത് നമ്മൾ അതിന് മുന്നേ പറഞ്ഞ ഫേസിൻ്റെ എൻ ഫേസ് ആയിരിക്കും. അപ്പോൾ എന്താണ് ബർത്ത് ഓഫ് ലാസ്റ്റ് ചൈൽഡ് ആണ് എന്ത് കംപ്ലീറ്റ് എക്സ്റ്റൻഷൻ്റെ എന്താണ് ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത്, അതായത് ബിഗിനിങ് ഫേസ് എന്ന് പറയുന്നത്. അതിൻ്റെ എൻ ഫേസ് എന്താണ്? ഫസ്റ്റ് ചൈൽഡ് ലീവ്സ് ഹോം. ആദ്യമുണ്ടായ കുട്ടി ആദ്യം ജനിച്ച കുട്ടി എന്താണ് വീട് വിട്ട് പോകുന്നു. അത് ചിലപ്പോൾ പല റീസൺ കൊണ്ടായിരിക്കാം. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ മാറി താമസിക്കാൻ പോകുന്നതായിരിക്കാം. അതാണ് ഫസ്റ്റ് ചൈൽഡ് ലീവ്സ് ഹോം എന്ന് പറയുന്നത്. ഇനി ഫോർത്ത് ഫേസ് എന്താണ്? കോൺട്രാക്ഷൻ ഫേസ് ആണ് ഫോർത്ത് ഫേസ് എന്ന് പറയുന്നത്. അതിൻ്റെ ബിഗിനിങ് ഫേസ് ആണ് ഫസ്റ്റ് ചൈൽഡ് ലീവ്സ് ഹോം എന്ന് പറയുന്നത്. അതിൻ്റെ എൻ ഫേസ് എന്താണ്? ലാസ്റ്റ് ചൈൽഡ് ലീവ്സ് ഹോം ഓഫ് പാരൻസ്. എന്താണ് ജനിച്ച ഫാമിലി അല്ലെങ്കിൽ പാരൻസിൻ്റെ ഫാമിലിയിൽ നിന്നും ലാസ്റ്റ് ചൈൽഡും ഏറ്റവും അവസാനം ജനിച്ച കുട്ടിയും ആ വീട് വിട്ട് പോകുന്നു. അതാണ് എൻ ഫേസ് എന്ന് പറയുന്നത്. ഫിഫ്ത്ത് സ്റ്റേജ് അല്ലെങ്കിൽ സെക്കൻഡ് ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് കംപ്ലീറ്റഡ് കോൺട്രാക്ഷൻ ആണ്. കംപ്ലീറ്റഡ് കോൺട്രാക്ഷൻ്റെ ബിഗിനിങ് ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാസ്റ്റ് ചൈൽഡ് ഹാസ് ലെഫ്റ്റ് ഹോം ഓഫ് പാരൻസ്. അതിൻ്റെ എൻ ഫേസ് എന്താണ്? ഫസ്റ്റ് സ്പൗസ് ഡൈസ്. എന്താണ് ഹസ്ബൻഡോ വൈഫോ ആരെങ്കിലും ഒരാൾ മരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സ്റ്റേജ് ആണ് ഡിസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇല്ലാതായി തീരുന്നു, ഡിസോൾവ് ചെയ്ത് പോകുന്നു. അതിനെയാണ് നമ്മൾ ഡിസൊല്യൂഷൻ എന്ന് പറയുന്നത്. അവിടുത്തെ ബിഗിനിങ് ഫേസ് എന്താണ്? ഫസ്റ്റ് സ്പൗസ് ഡൈസ്. ആൻഡ് എൻ ഫേസ് എന്താണ്? ഡെത്ത് ഓഫ് സർവൈവർ. അപ്പോൾ എന്താണ് ഇവിടെ ഹസ്ബൻഡാണ് മരിച്ചതെങ്കിൽ ബാക്കിയുള്ളത് ആരാണ്? വൈഫാണ്. അപ്പോൾ എന്താണ് വൈഫും മരിക്കുന്നു. അങ്ങനെ എക്സ്റ്റിങ്ഷൻ സംഭവിക്കുന്നു. അതിനെയാണ് നമ്മൾ ഫാമിലി സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ ഫേസ് ആണെന്ന് പഠിക്കുക. ഇവിടെ എൻ ഫേസ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ബിഗിനിങ് ഫേസ് അറിയായിരിക്കും. കാരണം എന്താണ് ഓരോ സ്റ്റേജിൻ്റെയും എൻ ഫേസ് ആണ് അടുത്ത സ്റ്റേജിൻ്റെ ബിഗിനിങ് ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫേസ് പഠിച്ചാൽ മതി, ബിഗിനിങ് ഫേസ് അതേ സെയിം ആയിരിക്കും. ഫസ്റ്റ് മാത്രമേ മാരേജ് ഉള്ളൂ, ബാക്കിയെല്ലാം എൻ ഫേസ് തന്നെയാണ് ബിഗിനിങ് ഫേസ് ആയിട്ട് വരുന്നത്. അപ്പോൾ അത് ഒന്നും കൂടി നോക്കുക. ഇനി നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫാമിലി നോക്കാം. അതായത് ഫാമിലിനെ പല ടൈപ്പായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. നമ്മൾ എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, അത് ഓരോന്നും എന്താണ് മീൻ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണൊരു ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ബേസ്ഡ് ഓൺ സ്ട്രക്ചർ ആണ് ജോയിൻറ്റ് ഫാമിലി, ന്യൂക്ലിയർ ഫാമിലി, എക്സ്റ്റെൻഡഡ് ഫാമിലി എന്ന് പറയുന്നത്. ബേസ്ഡ് ഓൺ അതോറിറ്റി ആണ് പാട്രിയാർക്കിയൽ, അതുപോലെ തന്നെ മാട്രിയാർക്കിയൽ എന്ന് പറയുന്നത്. പിന്നെന്താണ് ബേസ്ഡ് ഓൺ റെസിഡൻസ് ആണ്. ബേസ്ഡ് ഓൺ റെസിഡൻസ് ആണ് പാട്രി ലോക്കൽ, മാട്രി ലോക്കൽ, അവെൻക്യൂ ലോക്കൽ ആൻഡ് നിയോ ലോക്കൽ. പിന്നെന്താണ് ആൻസെസ്ട്രി ബേസ്ഡ് ആണ് പാട്രി ലീനിയറും മാട്രി ലീനിയറും. പിന്നെ റിലേഷൻഷിപ്പ് ആണ് കോൺസാങ്ക്യുനസും അഫിനൽ അല്ലെങ്കിൽ കോൺജുഗൽ എന്ന് പറയുന്നത്. അഫിനൽ അല്ലെങ്കിൽ കോൺജുഗൽ അല്ല, അഫിനൽ ആൻഡ് കോൺജുഗൽ ആണ്. അഫിനൽ ആൻഡ് കോൺജുഗൽ ആണ്. അത് നിങ്ങൾ തിരുത്തിക്കോളുക. അഫിനൽ ആൻഡ് കോൺജുഗൽ ആണ്. അപ്പോൾ ഇത് ഇങ്ങനെ നോക്കുമ്പോൾ അയ്യോ ഇത്രയും ഉണ്ട് എന്നും പറഞ്ഞാൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഓരോന്നും ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ അതിൻ്റെ മീനിങ്ങും അതെന്താണ് ഡിനോട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കും. നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഈ ഒരു ഗ്രാഫ് കണ്ടിട്ട് പേടിക്കേണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സ്ട്രക്ചർ ആദ്യം എന്താണെന്ന് നോക്കാം. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സ്ട്രക്ചർ നമ്മൾ ബേസിക്കലി കാണുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ സൊസൈറ്റിയിൽ ബേസിക്കലി കാണുന്ന ആസ്പെക്റ്റ് ആണ് ബേസ്ഡ് ഓൺ സ്ട്രക്ചറിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഡെഫിനറ്റ്ലി ക്വസ്റ്റ്യൻ ചോദിക്കും, അത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സ്ട്രക്ചർ ഏതൊക്കെയാണെന്ന് ചിലപ്പോൾ ചോദിക്കാം. അല്ലെങ്കിൽ ജോയിൻറ്റ് ഫാമിലിയുടെ ഡെഫിനിഷൻ, ന്യൂക്ലിയർ ഫാമിലിയുടെ ഡെഫിനിഷൻ എന്താണ്, ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ഈ ഏരിയയിലൊക്കെ ശ്രദ്ധിച്ച് ഇരിക്കുക. അപ്പോൾ എന്താണ് ജോയിൻറ്റ് ഫാമിലി എന്ന് നമുക്ക് നോക്കാം. The family system consists of a more extensive kinship network whereby close relatives and other family members jointly live together in the same household or under the same roof. Same household or under the same roof. അതാണ് ജോയിൻറ്റ് ഫാമിലിയുടെ ഏറ്റവും ക്രക്സ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. എന്താണ് ഒരു ജോയിൻറ്റ് ഫാമിലിയിൽ ഫാദർ, മദർ, പിന്നെന്താണ് ചിൽഡ്രൻ, അതേപോലെ തന്നെ ഗ്രാൻഡ് പാരൻസ്, കസിൻസ് ഒക്കെ കാണും, ആണ്ട് അങ്കിളൊക്കെ കാണും. പക്ഷെ അവരെ ലിവ് ഇൻ ദി സെയിം ഹൗസ് ഹോൾഡ് അണ്ടർ ദി സെയിം റൂഫ്. അവർ ഒരു
കൂരയ്ക്കുള്ളിലാണ് എന്താണ്, ഒരു കൂരയ്ക്ക് താഴെയാണ് എന്താ അവർ താമസിക്കുന്നത്. എങ്കിൽ മാത്രമേ ആണ് അതൊരു ജോയിൻറ്റ് ഫാമിലി ആവുകയുള്ളൂ. ദേ ലിവ് അണ്ടർ ദി സെയിം റൂഫ്. ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് എക്സ്റ്റെൻഡഡ് ഫാമിലി. അതെന്താണ്, ഒരു കൈൻഡ് ഓഫ് എക്സ്റ്റെൻഡഡ് ഫാമിലിയാണ്. എക്സ്റ്റെൻഡഡ് ഫാമിലി എന്താണെന്ന് നമ്മൾ നോക്കും. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എക്സ്റ്റെൻഡഡ് ഫാമിലി കോമൺലി ഫൗണ്ട് ഇൻ എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് സൊസൈറ്റിയിലായിരിക്കും കാണപ്പെടുന്നത്, പ്രിമിറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ എന്താണ് നോൺ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള സൊസൈറ്റീസ്. അപ്പോൾ എന്താണ് ട്രഡീഷണൽ സൊസൈറ്റി അല്ലെങ്കിൽ പ്രിമിറ്റീവ് സൊസൈറ്റി. പ്രിമിറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ട്രഡീഷണൽ സൊസൈറ്റി തന്നെയാണ് എന്താണ് പ്രിമിറ്റീവ് സൊസൈറ്റി എന്ന് നമ്മൾ എന്താണ് പറയുന്നത്. അതേപോലെ തന്നെ എന്താണ് നോൺ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി, എന്താണ് ഇൻഡസ്ട്രിയലൈസേഷനും അർബനൈസേഷനും ഒന്നും സംഭവിക്കാത്ത സൊസൈറ്റിയാണ് എന്ത് നോൺ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പം ഇതേപോലെയുള്ള സൊസൈറ്റിയിലാണ് എന്ത് നമ്മൾ ജോയിൻറ്റ് ഫാമിലി കാണപ്പെടുന്നത്. അപ്പം എന്താണ് അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്ന്. ഏത് സൊസൈറ്റിയിലാണ് എന്ത് ജോയിൻറ്റ് ഫാമിലി ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് അല്ലെങ്കിൽ കണ്ടിരുന്നത് എന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. As recognized, social bonds are strong enough in such families. അപ്പം എന്താണ് ജോയിൻറ്റ് ഫാമിലീസിൽ എന്താണ് അവർ തമ്മിലുള്ള സോഷ്യൽ ബോണ്ട് എന്ന് പറയുന്നത് എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു ബോണ്ട് എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. മെമ്പേഴ്സ് ആർ റിലേറ്റീവ്ലി ഡിപ്പെൻഡൻറ്റ് ഓൺ ഈച്ച് അതർ. അപ്പം എന്താണ് ജോയിൻറ്റ് ഫാമിലിയിൽ എന്താണ് എല്ലാവരും എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. എന്താണ് എല്ലാ കാര്യങ്ങളും എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ചെയ്ത് കൊടുക്കുന്നു. ആൻഡ് റിലൈ ഓൺ എ ടിപ്പിക്കൽ ഡ്വെല്ലിംഗ്. അതാണ് ടിപ്പിക്കൽ ഡ്വെല്ലിംഗ് വിത്ത് ജനറേഷൻസ് ലിവിങ് വാക്കിംഗ് ഈറ്റിംഗ് ആൻഡ് വർഷിപ്പിംഗ് ടുഗെദർ. എന്താണ് എല്ലാവരും ഒന്നിച്ചായിരിക്കും എന്താണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എന്താണ് എല്ലാവരും ഒന്നിച്ചായിരിക്കും താമസിക്കുന്നത്, ഫുഡ് കഴിക്കുന്നതും പ്രിപ്പയർ ചെയ്യുന്നതും ഈ വർഷിപ്പ് ചെയ്യുന്നതും ഒക്കെ എന്താണ് എല്ലാവരും ഒന്നിച്ചായിരിക്കും. അതാണ് എന്ത് ജോയിൻറ്റ് ഫാമിലിയുടെ എന്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. എല്ലാവരും എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റീവ്ലി എന്താണ് ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ഓക്കെ. ബിസൈഡ്സ് ദി പ്രോപ്പർട്ടീസ് ഹെൽഡ് ഇൻ കോമൺ. അത് മാത്രമല്ല എന്താണ് ജോയിൻറ്റ് ഫാമിലിയിൽ എന്താണ് എല്ലാവരും ഒന്നിച്ചായിരിക്കും എന്താണ് അവരുടെ പ്രോപ്പർട്ടിയുടെ എന്താണ് അവകാശികളെന്ന് പറയുന്നത്. പ്രോപ്പർട്ടി എന്താണ് ഇസ് ഹെൽഡ് ഇൻ കോമൺ. അത് എന്താണ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ജനറലി പ്രോപ്പർട്ടീസ് ആർ നോട്ട് ഡിവൈഡഡ്. എന്താണ് മോസ്റ്റ്ലി എന്താണ് പ്രോപ്പർട്ടീസ് അങ്ങനെ ഓരോരുത്തർക്ക് ഓരോന്നായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാറില്ല. എല്ലാവരും ജോയിൻറ്റ് ഫാമിലിയിൽ ഒന്നിച്ച് നിൽക്കുമ്പോൾ എന്താണ് എല്ലാവരും ഒന്നിച്ചാണ് എന്താണ് പ്രോപ്പർട്ടി ഓൺ ചെയ്യുന്നത്. ഹെഡ് ഓഫ് ദ ഫാമിലി, അതായത് ജോയിൻറ്റ് ഫാമിലിയുടെ ഹെഡ് എന്ന് പറയുന്നതായിരിക്കും ബേസിക്കലി എന്താണ് ഇത് എൽഡസ്റ്റ് മെയിൽ മെമ്പർ ആയിരിക്കും. ആ എൽഡസ്റ്റ് മെയിൽ മെമ്പർ അല്ലെങ്കിൽ എന്താണ് ഹെഡ് ഓഫ് ദ ഫാമിലിയാണ് എന്ത് എല്ലാ റെഗുലേറ്ററി പവേഴ്സും എന്താണ് എക്സസൈസ് ചെയ്യുന്നത്. എല്ലാ അതോറിറ്റിയും നമ്മൾ അവസാന വാക്ക് എന്നൊക്കെ പറയില്ലേ എന്ന് പറയുന്നത് ആ ഫാമിലിയുടെ ഹെഡായിരിക്കാം. അത് ചിലപ്പോൾ എന്താണ് മെയിൽ മെമ്പർ ആയിരിക്കാം അല്ലെങ്കിൽ എന്താണ് ഫീമെയിൽ മെമ്പർ ആയിരിക്കാം. അത് ഏതൊക്കെ എന്താണ് ടൈപ്പ് ഓഫ് ഫാമിലിയിലാണ് അത് ഫീമെയിൽ വരുന്നത് മെയിൽ വരുന്നതെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. തൽക്കാലം എന്താണ് ബേസിക്കലി ഇത് ഓർത്ത് വയ്ക്കുക. ഹെഡ് ഓഫ് ദ ഫാമിലി ആയിരിക്കും എന്താണ് ബേസിക് ആയിട്ടുള്ള റെഗുലേറ്ററി പവേഴ്സ് എന്താണ് എക്സസൈസ് ചെയ്യുന്നത്. ഇവിടെ ബേസിക്കലി ഇത് എൽഡസ്റ്റ് മെയിൽ മെമ്പർ എന്ന് കൊടുത്തേക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ സൊസൈറ്റിയിൽ കാണുന്ന ഫാമിലീസ് എല്ലാം എന്താണ് പാട്രിയാർക്കൽ ഫാമിലീസ് ആയിരിക്കും. പാട്രിയാർക്കൽ ഫാമിലീസ് ആയിരിക്കും. അവിടെ എന്താണ് പാട്രിയാർക്കൽ ഫാമിലീസിൽ എന്താണ് ഡോമിനൻ്റ് ആയിട്ടുള്ള മെമ്പർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദ ഫാമിലി എന്ന് പറയുന്നത് എന്താണ് മെയിൽ മെമ്പർ ആയിരിക്കും. അതുകൊണ്ടാണ് അവിടെ ബേസിക്കലി ദ എൽഡസ്റ്റ് മെയിൽ മെമ്പർ എന്ന് കൊടുത്തേക്കുന്നത്. ഇനി അപ്പോൾ ജോയിൻറ്റ് ഫാമിലി എന്താണെന്ന് നമ്മൾ നോക്കി. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് അവിടെ എക്സ്റ്റെൻഡഡ് ഫാമിലി എന്ന് നമ്മളൊരു സെൻറ്റൻസിൽ കണ്ടു. എക്സ്റ്റെൻഡഡ് ഫാമിലി എന്താണെന്ന് നമുക്ക് നോക്കാം. ദിസ് ടൈപ്പ് ഓഫ് ഫാമിലി കൺസിസ്റ്റ് ഓഫ് എന്താണ് 3 or more ജനറേഷൻസ്. അപ്പോൾ എന്താണ് 3-ൽ കൂടുതൽ എന്താണ് ജനറേഷൻസ് കാണും. സെവറൽ ഓർ മൾട്ടിപ്പിൾ ജനറേഷൻസ് ഓഫ് പീപ്പിൾ ഹു ലിവ് ടുഗെദർ ഓർ സെപ്പറേറ്റ്ലി. അപ്പോൾ എന്താണ് ചിലപ്പോൾ എന്താണ് ചില സമയത്ത് എന്താണ് അവർ ഒന്നിച്ചായിരിക്കും താമസിക്കുക. അതാണ് എക്സ്റ്റെൻഡഡ് ഫാമിലി എന്ന് പറഞ്ഞാൽ 3-ൽ കൂടുതൽ എന്താണ് 3-ൽ കൂടുതൽ ജനറേഷൻസ് കാണും. പക്ഷെ എന്താണ് ടുഗെദർ ഓർ സെപ്പറേറ്റ്ലി എന്താണ് സെപ്പറേറ്റ്ലി നമ്മൾ താമസിക്കുമ്പോഴാണ് എന്താണ് നമ്മൾ എക്സ്റ്റെൻഡഡ് ഫാമിലി എന്ന് പറയുന്നത്. അതായത് ഇതൊരു ജോയിൻറ്റ് ഫാമിലി ആയിരുന്നു. ഓക്കെ. അപ്പോൾ എന്താണ് ഇവിടെ ചിലപ്പോൾ എന്താണ് അച്ഛനമ്മ കുട്ടികൾ പിന്നെ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ് അല്ലെങ്കിൽ എന്താണ് ഒരു തലമുറ കൂടി അല്ലെങ്കിൽ ഒരു തലമുറ കൂടി എന്താണ് ഈ ജോയിൻറ്റ് ഫാമിലിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താണ് ആൾക്കാരുടെ എണ്ണം അല്ലെങ്കിൽ എന്താ ജനറേഷൻസ് കൂടി തുടങ്ങി. അങ്ങനെ എന്താണ് അവർ അത് എക്സ്റ്റെൻഡഡ് ഫാമിലി ആക്കി മാറ്റുന്നു. അതായത് എന്താണ് സെയിം സ്ഥലത്ത് തന്നെ എന്താണ് അവർ
മറ്റ് വീട് വെച്ച് താമസിക്കുന്നു. സെയിം സ്ഥലത്ത് തന്നെ എന്താണ് മറ്റ് വീട് വെച്ച് താമസിക്കുന്നു. അപ്പം എല്ലാവരും എന്താണ് ഒരേ ഏരിയയിൽ തന്നെയാണ് താമസിക്കുന്നത്. എന്നിട്ട് എന്താണ് എല്ലാവരും എന്താണ് ഒന്നിച്ച് ജീവിക്കുന്നു, റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്യുന്നു, മറ്റുള്ളവരെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കെയർ ചെയ്യുന്നു, റെസ്പോൺസിബിൾ ആകുന്നു. പക്ഷെ എന്താണ് അവർ സെപ്പറേറ്റ് ആയിട്ട് ആയിരിക്കും എന്താണ് താമസിക്കുന്നത്. അപ്പം എന്താണ് ജനറേഷൻസ് കൂടുമ്പോൾ എന്താണ് ഫാമിലി എന്താണ് സ്പ്ലിറ്റ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്താണ് എക്സ്റ്റെൻഡഡ് ഫാമിലി എന്ന് പറയുന്നത്. അവരെന്തായിരിക്കും മോസ്റ്റ്ലി അവർ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും എന്താണ് താമസിക്കുന്നത്. ഓക്കെ, പക്ഷെ എന്താണ് സെപ്പറേറ്റ് ആയിട്ട് താമസിക്കുന്നു എങ്കിലും എന്താണ് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കെയറിങ്ങും റെസ്പോൺസിബിലിറ്റീസും ഒക്കെ ഉണ്ട്. ഓക്കെ, അതിനെയാണ് നമ്മൾ എക്സ്റ്റെൻഡഡ് ഫാമിലി എന്ന് പറയുന്നത്. ഓൾ ദീസ് നിയർ റിലേറ്റീവ്സ് ആൻഡ് കസിൻസ് സച്ച് ആസ് എന്താണ് ഗ്രേറ്റ് ഗ്രാൻഡ് പാരൻസ്, പിന്നെ എന്താണ് അങ്കിൾ, ഓണ്ട്. അത് മാത്രമല്ല എന്താണ് ഇപ്പം നമുക്ക് എന്താണ് നമ്മുടെ ബ്രദർ സിസ്റ്റർ ഒക്കെ എന്താണ് കല്യാണം കഴിച്ച് ഉണ്ടെങ്കിൽ എന്താണ് അങ്ങനെ നമുക്ക് കിട്ടുന്ന റിലേറ്റീവ്സ് അവരെല്ലാം എന്താണ് നമ്മുടെ എക്സ്റ്റെൻഡഡ് ഫാമിലിയുടെ ഭാഗമായിട്ട് വരും. ഓക്കെ, എക്സെട്ര കം അണ്ടർ ദി എക്സ്റ്റെൻഡഡ് ഫാമിലി. ഇൻ ഷോർട്ട് എന്താണ് എക്സ്റ്റെൻഡഡ് ഫാമിലീസ് ആർ കമ്പോസ്ഡ് ഓഫ് മോർ ദാൻ 2 അല്ലെങ്കിൽ എന്താണ് മോർ ദാൻ 3 ജനറേഷൻസ്. എന്താണ് അതിനെയാണ് നമ്മൾ എക്സ്റ്റെൻഡഡ് ഫാമിലി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ന്യൂക്ലിയർ ഫാമിലി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാതിരിക്കാം. നിങ്ങൾ പലരും എന്താണ് ന്യൂക്ലിയർ ഫാമിലിയിലായിരിക്കാം എന്താണ് താമസിക്കുന്നത്. അപ്പോൾ എന്താണ് ദിസ് ഇസ് ദി യൂണിവേഴ്സൽ ഫോം ഓഫ് ഫാമിലി എന്നാണ്. ഇപ്പോൾ നമ്മുടെ യൂണിവേഴ്സൽ ഫോം ഓഫ് ഫാമിലി എന്ന് പറയുന്നത് എന്താണ് ന്യൂക്ലിയർ ഫാമിലിയാണ്. അപ്പോൾ യൂണിവേഴ്സൽ ഫോം ഓഫ് ഫാമിലി ഏതാണെന്ന് ചോദിച്ചാൽ ജോയിൻറ്റ് ഫാമിലി എന്ന് ആൻസർ ചെയ്തരുത്. എന്താണ് ന്യൂക്ലിയർ ഫാമിലിയാണ് എന്ത് യൂണിവേഴ്സൽ ആയിട്ടുള്ള ഫോം ഓഫ് ഫാമിലി എന്ന് പറയുന്നത്. ന്യൂക്ലിയർ ഫാമിലി ഈസ് കമ്പോസ്ഡ് ഓഫ് എന്താണ് ഹസ്ബൻഡ്, വൈഫ് ആൻഡ് എന്താണ് ദെയർ അൺമാരീഡ് ചിൽഡ്രൻ. അവർ മാത്രം താമസിക്കുന്ന ഒരു വീട് അല്ലെങ്കിൽ എന്താണ് ഒരു ഫാമിലിയാണ് നമ്മൾ എന്താണ് ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്നത്. അവിടെ എന്താണ് ഹസ്ബൻഡും വൈഫും അതേപോലെ തന്നെ എന്താണ് അവർക്ക് ചിൽഡ്രൻ ഡെഫിനറ്റ്ലി വേണം. പക്ഷെ എന്താണ് അവർ അൺമാരീഡ് ആയിരിക്കണം. അവർ അൺമാരീഡ് ആണെങ്കിൽ മാത്രമേ എന്ന് നമ്മളത് ന്യൂക്ലിയർ ഫാമിലി ആയിട്ട് കണക്കാക്കുക. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ക്വസ്റ്റ്യനിൽ ന്യൂക്ലിയർ ഫാമിലിൻ്റെ ഡെഫിനേഷനിൽ മാരീഡ് ചിൽഡ്രൻ എന്ന് ചോദിച്ചാൽ അത് തെറ്റാണ്. അവിടെ എന്താണ് അൺമാരീഡ് എന്ന് ചോദിച്ചാൽ മാത്രമേ എന്താണ് ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാവുകയുള്ളൂ. Factors like industrialization, urbanization, education and employment paved the way to shift from എന്താണ് rural areas to urban areas. അപ്പോൾ എന്താണ് ഇത്രയും ഫാക്ടേഴ്സ് എന്താണ് നമ്മളെന്താണ് റൂറൽ ഏരിയാസിൽ നിന്നും എന്താണ് അർബൻ ഏരിയാസിലോട്ട് എന്താണ് നമ്മളെ ഷിഫ്റ്റ് ചെയ്യാൻ എന്താണ് പ്രേരിപ്പിച്ചു അല്ലെങ്കിൽ എന്താണ് അതിനുള്ള വഴി തെളിച്ച് തന്നു. അങ്ങനെയാണ് എന്ത് ട്രഡീഷണൽ ആയിട്ടുള്ള സൊസൈറ്റിയിൽ നിന്ന് നമ്മൾ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിലേക്ക് വന്നതും നമ്മുടെ ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റമായി മാറിയതും. Henceforth, joint family system അല്ലെങ്കിൽ എന്താണ് നമ്മുടെ എക്സ്റ്റെൻഡഡ് ഫാമിലി സിസ്റ്റം വിച്ച് പ്രിവെയിൽഡ് ദെൻ ഹാഡ് shrunk. എന്താണത് ചെറുതായി. shrunk എന്ന് പറഞ്ഞാൽ എന്താണ് ചെറുതായി. to a small group composed of husband, wife and their unmarried children. Husband, wife and their unmarried children. Children എന്ന് പറഞ്ഞാലും അൺമാരീഡ് എന്ന് പറഞ്ഞാലും പക്ഷെ എന്താണ് ന്യൂക്ലിയർ ഫാമിലി നമ്മൾ മെയിനായിട്ട് ഡെഫിനിഷൻ പറയുമ്പോൾ അൺമാരീഡ് ചിൽഡ്രൻ ഉള്ളപ്പോഴാണ് എന്താണ് ന്യൂക്ലിയർ ഫാമിലി ആയിട്ട് മാറുന്നത്. ഓക്കെ, അതാണ് എന്താണ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അത് എളുപ്പമല്ലായിരുന്നോ? ജോയിൻറ്റ് ഫാമിലി എന്താണ്, എക്സ്റ്റെൻഡഡ് ഫാമിലി എന്താണ്, ന്യൂക്ലിയർ ഫാമിലി എന്താണ്, അത് നമ്മൾ നമ്മുടെ ചുറ്റുവട്ടത്തും കാണുന്ന ടൈപ്പ് ഓഫ് ഫാമിലീസാണ്. ഇനി ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ അതോറിറ്റിയും എന്താണ് നമ്മൾ ഓരോരുത്തരും താമസിക്കുന്ന അല്ലെങ്കിൽ താമസിച്ച് വന്നിരുന്ന ചിലപ്പോൾ നമ്മൾ പണ്ടൊരു ജോയിൻറ്റ് ഫാമിലിയിലെ മെമ്പർ ആയിരുന്നിരിക്കാം, ഇപ്പം നമ്മൾ ന്യൂക്ലിയർ ഫാമിലിയിലെ മെമ്പർ ആയിരുന്നിരിക്കാം. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കണ്ടുവരുന്ന സംഭവം തന്നെയാണ് എന്ത് ബേസ്ഡ് ഓൺ അതോറിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണെന്ന് നോക്കാം. On the basis of ownership of property and authority over family members, a family can be divided into എന്താണ് patriarchal and matriarchal family. അപ്പോൾ എന്താണ് ഇത് ബേസ്ഡ് ഓൺ അതോറിറ്റി ആണ്. അതുകൊണ്ടാണ് എന്താണ് അവിടെ ആർക്കൽ എന്ന് വന്നത്. പാട്രിയാർക്കൽ ആണെങ്കിൽ എന്താണ് അതോറിറ്റി ബേസ്ഡ് ആണെന്ന് ഓർക്കുക. അപ്പോൾ അത് എന്തിൻ്റെയൊക്കെ ബേസിസിലാണ്? ഓണർഷിപ്പ് ഓഫ് പ്രോപ്പർട്ടിയും അതേപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഏറ്റവും കൂടുതൽ കൺട്രോൾ. അത് നമ്മളിപ്പം ഒരു ഡിസിഷൻ എടുക്കണം നമ്മൾ എന്താണ് എല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു. പക്ഷെ എന്താണ് ചിലപ്പോൾ അവസാനം നമ്മൾ എന്താണ് ഏറ്റവും എൽഡസ്റ്റ് ആയിട്ടുള്ള ഒരാൾ പറയുന്ന ഒരു ഡിസിഷനായിരിക്കും എന്താണ് എല്ലാവരും ഉൾക്കൊള്ളുന്നത്. അതുപോലെ തന്നെ എന്താണ് ഫാമിലി മെമ്പേഴ്സിൻ്റെ മേൽ അതോറിറ്റി ഉള്ള ആരാണ് അത് നോക്കിയിട്ടാണ് എന്ത് നമ്മൾ ഡിവൈഡ് ചെയ്തേക്കുന്നത് എന്ത് പാട്രിയാർക്കി ആയിട്ടും മാട്രിയാർക്കി ആയിട്ടും. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. പാട്രിയാർക്കൽ എന്തായിരിക്കും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പാട്രിയാർക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഫാദർ സെൻറ്റേർഡ് ഫാമിലിയാണ്. എന്താണ് പാട്രിയാർക്കി കൊനോട്ട്സ് മിയർലി എന്താണ് ഡിസെൻറ്റ് ത്രൂ പാട്രിലീനിയൽ ലൈൻ. ഡിസെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ വംശാവലി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതെന്താണ് പാട്രിലീനിയൽ ലൈനിൽ കൂടെ ആയിരിക്കും. എന്താണ് ഇപ്പം ഗ്രാൻഡ് ഫാദർ ആണെങ്കിൽ ഗ്രാൻഡ് ഫാദർ
ഗ്രാൻഡ് ഫാദറിൽ നിന്നും എന്താണ് സണ്ണിൽ, അപ്പം എന്താണ് നമ്മുടെ ഫാദറായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. എക്സാമ്പിളായിട്ട് എടുക്കുമ്പോൾ ഫാദറിൽ നിന്നും എന്താണ് ഫാദറിൻ്റെ സണ്ണിലോട്ട് പോകുന്നു. അതാണ് എന്താണ് പാട്രിലീനിയൽ ആയിട്ട് എന്താണ് നമ്മൾ ഫാദർ സെൻറ്റേർഡ്. ലീനിയൽ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ലീനിയേജ്, അതായത് നമ്മളെ ഡിസെൻറ്റ് ലീനിയേജ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനെയാണ് നമ്മൾ എന്താണ് പാട്രി ലീനിയൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഫാദർ സെൻറ്റേർഡ് ഫാമിലിയിൽ എന്താണ് നമ്മുടെ പാട്രി ലീനിയൽ വഴി എന്താണ് നമ്മൾ ഗ്രാൻഡ് ഫാദറിൽ നിന്നും നമ്മുടെ ഫാദറിലോട്ട് വന്നു. ഇനി ഫാദറിൽ നിന്നും എന്താണ് അടുത്ത ആ ഫാദറിൻ്റെ സണ്ണിലോട്ടായിരിക്കും എന്താണ് ഡിസെൻറ്റ് വഴി എന്താണ് അതോറിറ്റി പോകുന്നത്. സെയിം ഇംപ്ലൈസ് അതോറിറ്റി ഇൻ ദി ഹാൻഡ്സ് ഓഫ് ദി എൽഡസ്റ്റ് മെയിൽ മെമ്പർ ഓഫ് ദി ഫാദേഴ്സ് ഫാമിലി. അപ്പം എന്താണ് ഫാദറിൻ്റെ ഫാമിലിയുടെ എൽഡസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും എന്താണ് പ്രായം കൂടിയ മെയിൽ മെമ്പറിലായിരിക്കും എന്താണ് അതോറിറ്റി റെസ്റ്റ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ പാട്രിയാർക്കൽ അല്ലെങ്കിൽ എന്താണ് ഫാദർ സെൻറ്റേർഡ് ഫാമിലി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്താണ് മെയിൽ മെമ്പർ ഇസ് ദി ഓണർ ആൻഡ് ഹാസ് അതോറിറ്റി ഓവർ ഓൾ ഫാമിലി മെമ്പേഴ്സ്. അപ്പം എന്താണ് ആ ഒരു വീടിൻ്റെ ഓണർ എന്ന് പറയുന്നത് എന്താണ് മെയിൽ മെമ്പർ ആയിരിക്കും. നമ്മൾ അത് ചെയ്യരുത് ഇത് ചെയ്യരുത്, ചിലപ്പോൾ സന്ധ്യ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങരുതെന്നൊക്കെ പറഞ്ഞാൽ എന്താണ് നമ്മൾ ചിലപ്പോൾ ഇറങ്ങുകയില്ല. അപ്പം നമ്മൾ എല്ലാവരെയും മേൽ എന്താണ് ഒരു അതോറിറ്റി ഉള്ളത് ആർക്കായിരിക്കും ഈ മെയിൽ മെമ്പറിന് ആയിരിക്കും. ദ ഫാമിലി പ്രോപ്പർട്ടി അൾട്ടിമേറ്റ്ലി ലൈസ് അണ്ടർ ഹിസ് കൺട്രോൾ. അപ്പം എന്താണ് ഈ മെയിൽ മെമ്പറിൻ്റെ കീഴിലായിരിക്കും എന്താണ് ഫാമിലി പ്രോപ്പർട്ടിയുടെ എന്താണ് ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള എന്താണ് അതോറിറ്റി ഈ മെയിൽ മെമ്പറിൻ്റെ കയ്യിലായിരിക്കും. The most common characteristic of a patriarchal family include tracing the descent through the father's line. അപ്പം നേരത്തെ പറഞ്ഞാൽ തന്നെ എന്താണ് ലീനേജ് അല്ലെങ്കിൽ ഡിസെൻറ്റ് എന്താണ് ഫാദേഴ്സ് ലൈനിൽ കൂടെ ആയിരിക്കും എന്താണ് ട്രേസ് ചെയ്ത് വരുന്നത്. അല്ലെങ്കിൽ എന്താണ് ഇപ്പം എൽഡർ മെമ്പർ പ്രോപ്പർട്ടി കൈമാറുന്നുണ്ടെങ്കിൽ എന്താണ് അത് ഫാദേഴ്സ് ലൈനിൽ കൂടി ആയിരിക്കും എന്താണ് പ്രോപ്പർട്ടി ഒരു പാട്രിയാർക്കൽ ഫാമിലിയിൽ എന്താണ് കൈമാറി വരുന്നത് അല്ലെങ്കിൽ ട്രാൻസ്ഫോം ചെയ്യുന്നത്. അപ്പോൾ പാട്രിയാർക്കൽ ഫാമിലി എന്ന് പറയുന്നത് മെയിൽ സെൻറ്റേർഡ് ഫാമിലി ആണെങ്കിൽ മാട്രിയാർക്കൽ ഫാമിലി എന്താണ് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ മാട്രിയാർക്കൽ ഫാമിലി എന്താണ് ഒരു മദർ സെൻറ്റേർഡ് ഫാമിലിയാണ് നമ്മൾ മാട്രിയാർക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ മാട്രിയാർക്കി ഈസ് എ സിസ്റ്റം ഇൻ വിച്ച് ദ ഫാമിലീസ് അതോറിറ്റി ആൻഡ് ഓണർഷിപ്പ് ഓഫ് പ്രോപ്പർട്ടി റിസൈഡ് ഇൻ ദി മദേഴ്സ് ഹാൻഡ്. അപ്പോൾ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓണർഷിപ്പ് ഓഫ് പ്രോപ്പർട്ടിയും അതേപോലെ തന്നെ എന്താണ് അതോറിറ്റി എല്ലാ മെമ്പേഴ്സിനുള്ള ഫാമിലിയുള്ള എല്ലാ മെമ്പേഴ്സിൻ്റെയും അൾട്ടിമേറ്റ് അതോറിറ്റി എന്താണ് മദറിൻ്റെ കയ്യിലായിരിക്കും. മോർ ഓവർ ദ ട്രാൻസ്മിഷൻ ഓഫ് ഡിസെൻറ്റ് ഇസ് ത്രൂ ഫീമെയിൽ ലൈൻ. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വംശം അല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടി ഡിസെൻറ്റ് ഏതിൽ കൂടെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഫീമെയിൽ ലൈനിൽ കൂടെ ആയിരിക്കും എന്താണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഗ്രാൻഡ് മദർ എടുത്താൽ അതിൽ നിന്നും എന്താണ് നമ്മുടെ അമ്മയിലോട്ട് മദറിൽ നിന്നും എന്താണ് നമ്മളിലേക്ക് ഡോട്ടറിലേക്ക് എന്താണ് പ്രോപ്പർട്ടി ട്രാൻസ്ഫോം ആവുന്നത്. അപ്പോൾ 1 ജനറേഷൻ ടു അനദർ ജനറേഷൻ എന്താണ് പ്രോപ്പർട്ടി ട്രാൻസ്മിഷൻ ഏത് ലൈനിൽ കൂടെയാണ് ഫീമെയിൽ ലൈനിൽ കൂടെയാണ് മാട്രിയാർക്കൽ ഫാമിലിയിൽ പ്രോപ്പർട്ടി ട്രാൻസ്മിഷൻ ഉള്ളത്. അപ്പോൾ അതോറിറ്റി ആർക്കായിരിക്കും മദറിനായിരിക്കും എന്താണ് അതോറിറ്റി ഉള്ളത്. ഹിയർ ദ മദർ ഇസ് ദി ഹെഡ് ഓഫ് ദി ഹൗസ് ആൻഡ് ഹസ്ബൻഡ് ലിവ്സ് ഇൻ ദി വൈഫ്സ് ഹൗസ്. അപ്പോൾ എന്താണ് ഈ നമ്മുടെ പണ്ട് കാലത്തുള്ള മാട്രിയാർക്കൽ ഫാമിലീസൊക്കെ എന്താണ് മദറാണ് ഹൗസിൻ്റെ ഹെഡ്. അതേപോലെ തന്നെ എന്താണ് കല്യാണം കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് എന്താണ് വൈഫിൻ്റെ ഹൗസിലായിരുന്നു ജീവിച്ചിരുന്നത്. നമ്മുടെ പണ്ടത്തെ നായേഴ്സ് കമ്മ്യൂണിറ്റിയിലൊക്കെ എന്താണ് മരുമക്കത്തായം ഫോളോ ചെയ്തിരുന്നു. മരുമക്കത്തായം among നായർ കമ്മ്യൂണിറ്റി ഇൻ കേരള ആൻഡ് ദോസ് പ്രാക്ടീസ്ഡ് among ദി ഖാസി ആൻഡ് ഗാരോ ട്രൈബ്സ് ഓഫ് മേഘാലയ ആർ എക്സാമ്പിൾസ് ഓഫ് മാട്രിലിനിയ. അപ്പം എന്താണ് നമ്മുടെ ഡിസെൻറ്റും അതോറിറ്റിയും എല്ലാം എന്താണ് മദറിൻ്റെ കയ്യിലായിരുന്നു. അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞിട്ട് എന്താണ് വൈഫിൻ്റെ വീട്ടിലായിരിക്കും എന്താണ് ഹസ്ബൻഡ് താമസിക്കുക. അപ്പോൾ ഈ ഒരു മാട്രിയാർക്കൽ ഫാമിലീസിന് എക്സാമ്പിളായിട്ട് നമുക്ക് എന്താണ് നമ്മുടെ നായർ ഫാമിലിയൊക്കെ എന്താണ് മാട്രിയാർക്കൽ നമ്മൾ കേരളത്തിലുള്ള നായർ ഫാമിലിയൊക്കെ എന്താണ് മാട്രിയാർക്കൽ സിസ്റ്റം എന്താണ് ഫോളോ ചെയ്തിരുന്ന ഫാമിലീസ് ആയിരുന്നു. മരുമക്കത്തായം എന്താണ് കാണപ്പെടുന്നത് എന്താണ് ഈ നായർ കമ്മ്യൂണിറ്റിയിലാണ് കേരളയിലുള്ള. അതേപോലെ തന്നെ അല്ലാതെ ഏതാണ് ഖാസി ഗാരോ ട്രൈബ്സ് ഓഫ് മേഘാലയ. അപ്പോൾ ഇതെന്താണ് ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ ചോദിക്കാം നായർ കമ്മ്യൂണിറ്റിയിൽ ഏത് ടൈപ്പ് ഓഫ് ഫാമിലിയാണ് കണ്ടിരുന്നത്. അപ്പം മാട്രിയാർക്കൽ ഫാമിലി അല്ലെങ്കിൽ എന്താണ് മരുമക്കത്തായമാണ് കാണപ്പെട്ടിരുന്നത് എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അത് ഏത് ഫാമിലിയിലാണ് നായർ കമ്മ്യൂണിറ്റി ഓഫ് കേരള. ഇനി ഏത് ട്രൈബിൻ്റെ ഇടയിലാണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്താണ് ഖാസി ആൻഡ് ഗാരോ ട്രൈബ്സ് ഓഫ് മേഘാലയ. അവിടെ എന്താണ് മാട്രിലിനി അല്ലെങ്കിൽ മാട്രിയാർക്കൽ ഫാമിലീസ് ആണെന്താണ് അവിടെ ഫോളോ ചെയ്തിരുന്ന സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ,
അതാണ് എന്ത് ബേസ്ഡ് ഓൺ അതോറിറ്റി ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ റെസിഡൻസ്. അതായത് എവിടെ താമസിക്കുന്നു അല്ലെങ്കിൽ ആരുടെ വീട്ടിൽ താമസിക്കുന്നു എന്ന് പറയുന്നൊരു ചോദ്യം എന്താണ് ഇവിടെയാണ്, ഈ ക്ലാസിഫിക്കേഷനിലാണ് വരുന്നത്. നമുക്ക് ഫസ്റ്റ് നോക്കാം പാട്രി ലോക്കൽ അല്ലെങ്കിൽ എന്താണ് വിരി ലോക്കൽ ഫാമിലി. പാട്രി ലോക്കൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും the type of family in which the bride moves to or near the parental home of a groom. അത് നിയർ ദി നിങ്ങൾ നോക്കണ്ട, മൂവ്സ് ടു നോക്കിയാൽ മതി. മൂവ്സ് ടു എന്താണ് പാരന്റൽ ഹോം ഓഫ് എ ഗ്രൂം. അതായത് നമ്മുടെ സൊസൈറ്റിയിൽ മോസ്റ്റ്ലി കാണപ്പെടുന്ന ഒരു സമ്പ്രദായം എന്താണ്, കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയി താമസിക്കുന്നു. അതാണെന്ത് പാട്രി ലോക്കൽ ഫാമിലി. ലോക്കൽ മീൻസ് എന്താ, പാട്രി ലോക്കൽ എന്ന് പറഞ്ഞാൽ റെസിഡൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. പാട്രി ആർക്കൽ എന്ന് പറഞ്ഞാൽ അതോറിറ്റിയും, പാട്രി ലോക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ് ബേസ്ഡ് ഓൺ റെസിഡൻസിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ശ്രദ്ധിക്കുക, മാറ്റി എന്താണ് ആൻസർ ചെയ്യരുത്. അപ്പം എന്താണ് ഞാൻ പറഞ്ഞ പോലെ എന്താണ് നമ്മുടെ സൊസൈറ്റിയിൽ നമ്മളിപ്പോൾ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ ബേസിക്കലി കാണുന്ന എന്താണ് സിസ്റ്റം ഓഫ് റെസിഡൻസിനെയാണ് നമ്മൾ പാട്രിയാർക്കൽ എന്ന് പറയുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് കല്യാണ പെണ്ണ് എന്താണ് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയി താമസിക്കുന്നു, അതിനെയാണ് നമ്മൾ എന്താണ് പാട്രി ലോക്കൽ ഫാമിലി എന്ന് പറയുന്നത്. ഇൻ ദിസ് കൈൻഡ് ഓഫ് ഫാമിലി എ വുമൺ മൂവ്സ് ടു ദി ലൊക്കേഷൻ വേർ ഹസ്ബൻഡ് ഇസ് റിസൈഡിങ്. അതായത് എന്താണ് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയി താമസിക്കുന്നു. ഓക്കെ, അതിനെയാണ് നമ്മൾ പാട്രി ലോക്കൽ അല്ലെങ്കിൽ വിരി ലോക്കൽ ഫാമിലി എന്ന് പറയുന്നത്. The binding link forms the father-son relationship in which son remains at his own home whereas the daughter moves out after marriage. അപ്പോൾ ഇവിടുത്തെ അതായത് പാട്രിയാർക്കൽ ആസ്പെക്റ്റിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്, പാട്രിയാർക്കൽ ഫാമിലീൻ്റെ ആസ്പെക്റ്റിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഫാദർ സൺ ആയിരിക്കും എന്താണ് അവിടുത്തെ ബൈൻഡിങ് ലിങ്ക് എന്ന് പറയുന്നത്. അതായത് ഡിസെൻറ്റ് എങ്ങനെയാണ് ഫാദർ സൺ വഴിയായിരിക്കും. അപ്പോൾ എന്താണ് റിലേഷൻഷിപ്പ് ഇൻ വിച്ച് സൺ എന്ത് ചെയ്യും സ്വന്തം വീട്ടിൽ തന്നെ, മകൻ എന്ത് ചെയ്യും സ്വന്തം വീട്ടിൽ തന്നെ ആയിരിക്കും, എന്താണ് ഡോട്ടർ ആയിരിക്കും എന്തായിരിക്കും വീട്ടിൽ നിന്ന് എന്താണ് മാറി ഹസ്ബൻഡിലെ വീട്ടിലോട്ട് താമസിക്കുക. ഓക്കെ, അപ്പം എന്താണ് മാട്രി ലോക്കൽ അല്ലെങ്കിൽ ഉക്സോറി ലോക്കൽ ഫാമിലി. അപ്പം എന്താണ് മാട്രി ലോക്കൽ എന്താണ് ജസ്റ്റ് ദി റിവേഴ്സ് ഓഫ് പാട്രി ലോക്കൽ റെസിഡൻസ്. എന്താണ് ദിസ് ടൈപ്പ് ഓഫ് ഫാമിലി പാറ്റേൺ ഗ്രൂം, അതായത് എന്താണ് ഹസ്ബൻഡ് അല്ലെങ്കിൽ കല്യാണ ചെക്കൻ ഗ്രൂം മൂവ്സ് ടു ഓർ നിയർ ദി പാരന്റൽ ഹോം ഓഫ് ഹിസ് ബ്രൈഡ്. അപ്പോൾ നിയർ നിങ്ങൾ നോക്കണ്ട, ടു നോക്കിയാൽ മതി. അതായത് നിങ്ങൾക്ക് മനസ്സിലാവാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് എന്താണ് കല്യാണം കഴിഞ്ഞിട്ട് എന്താണ് ചെറുക്കൻ എന്താണ് പെണ്ണിൻ്റെ വീട്ടിൽ പോയി താമസിക്കുന്നതിനാണ് എന്ത് നമ്മൾ മാട്രി ലോക്കൽ ഫാമിലി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ലിങ്കേജ് എന്താണ് മദർ ഡോട്ടർ ലിങ്കേജ് ആണ് എന്താണ് ഇവിടെ വരുന്നത്. ഹിയർ മദർ ഡോട്ടർ ഫോംസ് ദി ബൈൻഡിങ് ലിങ്ക്, ഡോട്ടർ റിമെയിൻസ് അറ്റ് ഹോം വൈൽ ആരാണ് മൂവ് ഔട്ട് ചെയ്യുന്നത്, സൺ ആണ് എന്ത് വീട്ടിൽ നിന്നും മൂവ് ഔട്ട് ചെയ്യുന്നത്. എന്നിട്ട് എന്താണ് വൈഫിൻ്റെ വീട്ടിലായിരിക്കും എന്താണ് ഗ്രൂം താമസിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ പാട്രി ലോക്കലാണെങ്കിൽ എന്താണ് കല്യാണം കഴിഞ്ഞിട്ട് പെൺകുട്ടി ഹസ്ബൻഡിൻ്റെ വീട്ടിൽ താമസിക്കുന്നു. മാട്രി ലോക്കലാണെങ്കിൽ എന്താണ് കല്യാണം കഴിഞ്ഞിട്ട് ആൺകുട്ടി എന്താണ് വൈഫിൻ്റെ വീട്ടിൽ താമസിക്കുന്നു. സിമ്പിളായിട്ട് ഇതാണ് ഡിഫറൻസ്. അപ്പോൾ ഇത് നിങ്ങൾ ഓർത്ത് വെച്ചിരുന്ന ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി അടുത്തൊരു ടൈപ്പ് ഓഫ് റെസിഡൻസ് ആണ് അവങ്കു ലോക്കൽ റെസിഡൻസ് അല്ലെങ്കിൽ അവങ്കു ലൊക്കാലിറ്റി. അവങ്കു ലോക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഫാമിലി ദ കപ്പിൾ, അതായത് ഹസ്ബൻഡും വൈഫും ഇസ് എക്സ്പെക്റ്റഡ് ടു ലിവ് അറ്റ് ദി ഗ്രൂംസ്, അതായത് കല്യാണ ചെക്കൻ്റെ മെറ്റേണൽ അങ്കിൾ, നമ്മൾ അമ്മാവിൻ്റെ വീടെന്നൊക്കെ പറയില്ലേ അവിടെ താമസിക്കാൻ പോകുന്നതിനാണ് അല്ലെങ്കിൽ അവിടെ താമസിക്കുന്നതിനാണ് എന്ത് അവങ്കു ലോക്കൽ റെസിഡൻസ് അല്ലെങ്കിൽ അവങ്കു ലൊക്കാലിറ്റി എന്ന് പറയുന്നത്. ദസ് ദി ബൈൻഡിങ് ലിങ്ക് എന്താണ് ഇവിടെ നെഫ്യൂ, എന്താണ് നെഫ്യൂവും അതേപോലെ തന്നെ എന്താണ് മെറ്റേണൽ അങ്കിൾ, എന്താണ് അമ്മാവനും നെഫ്യൂവും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് എന്താണ് ഇവിടുത്തെ ബൈൻഡിങ് ലിങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്ര ഓർത്ത് വെച്ചേക്കുക, എന്താണ് കല്യാണം കഴിഞ്ഞിട്ട് ഹസ്ബൻഡും വൈഫും ആ ഒരു കപ്പിള് എന്താണ് ഹസ്ബൻഡിൻ്റെ അതായത് ഗ്രൂമിൻ്റെ കല്യാണ ചെക്കൻ്റെ മെറ്റേണൽ അങ്കിൾ അമ്മാവൻ്റെ വീട്ടിൽ പോയി താമസിക്കുന്നതിനാണ് എന്ത് അവങ്കു ലോക്കൽ റെസിഡൻസ് അല്ലെങ്കിൽ അവങ്കു ലൊക്കാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ബേസിക്കലി ഡിഫറൻസ് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ക്ലാസ് കേട്ടിട്ട് നിങ്ങൾ റിവൈസ് ചെയ്തില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ടേംസ് മാറിപ്പോയി ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങൾ എന്താണ് റിവിഷൻ ചെയ്താൽ മാത്രമേ ഇത് നിങ്ങൾക്ക് എന്താണ് എക്സാമിന് ഓർമ്മ നിൽക്കത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് അവങ്കു ലോക്കൽ ഫാമിലി ഏതാണെന്ന് ചോദിച്ചിട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് തരും, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ട് ഇതിൽ ഏതാണ് അവങ്കു ലോക്കൽ ഫാമിലി എന്ന് ചൂസ് ചെയ്യാൻ തരും. അപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയാൽ എന്താണ് ഡെഫിനറ്റ്ലി തെറ്റും. കാരണം എന്താണ് മാട്രി ലീനിയൽ എന്നും മാട്രി ലോക്കൽ എന്ന് തന്നാലും എന്താണ് മാട്രി ലീനിയൽ എന്നും മാട്രി ആർക്കൽ എന്ന് തന്നാലും എന്താണ് അവിടെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ അനുസരിച്ച് കറക്റ്റ് ആൻസർ തിരഞ്ഞെടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ മാർക്ക് നഷ്ടപ്പെടും. അപ്പോൾ അവങ്കു ലോക്കൽ എന്താണ് നമ്മൾ നോക്കി. The best example of this is practiced among the Nayars of Kerala. അപ്പം എന്താണ് അവങ്കു ലോക്കൽ ഫാമിലി റെസിഡൻസ് എന്താണ് നായേഴ്സ് ഓഫ് കേരള എന്ത് പ്രാക്ടീസ് ചെയ്യുന്നു.
ആഫ്റ്റർ ദ മാരേജ് ദ മാരീഡ് കപ്പിൾ സെറ്റിൽസ് അറ്റ് ദി മെറ്റേണൽ അങ്കിൾസ് ഹൗസ്. അപ്പം എന്താണ്, മാരേജ് കഴിഞ്ഞിട്ട് മെറ്റേണൽ അങ്കിളിൻ്റെ വീട്ടിലായിരിക്കും എന്താണ് മാരീഡ് കപ്പിള് നായർ കമ്മ്യൂണിറ്റിയിൽ എന്താണ് സെറ്റിൽ ആവുക. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് ഓഫ് എന്താണ് റെസിഡൻസ് ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ ആണ് നിയോ ലോക്കൽ റെസിഡൻസ് അല്ലെങ്കിൽ നിയോ ലൊക്കാലിറ്റി. സിൻസ് ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺ ആൻഡ് ഫെമിലിയർ റെസിഡൻസ് സിസ്റ്റം വെർ ദ കപ്പിൾ ലിവ്സ് സെപ്പറേറ്റ്ലി ആഫ്റ്റർ മാരേജ്. എന്താണ്, കല്യാണം കഴിഞ്ഞിട്ട് എന്താണ് കപ്പിൾ എന്താണ് പുതിയൊരു വീട് വെച്ച് താമസിക്കുന്നു, എന്താണ് പുതിയൊരു വീട്ടിലോട്ട് മാറുന്നു. അവരെന്താണ് അവരുടെ എന്താണ് വൈഫിൻ്റെ വീട്ടിലോ ഹസ്ബൻഡിൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ വീട്ടിലോ ഒന്നും പോകുന്നില്ല, അവർ സ്വന്തമായിട്ട് മാറി വേറൊരു പുതിയ വീട് വെച്ച് താമസിക്കുന്നു. അതിനാണ് നമ്മൾ നിയോ ലോക്കൽ, നിയോ എന്ന് പറഞ്ഞാൽ എന്താണ് പുതിയത്, നിയോ ലോക്കൽ റെസിഡൻസ് എന്ന് പറയുന്നത്. The common trend today is that after they become financially stable, they move to a new residence. അപ്പോൾ എന്താണ് മോസ്റ്റ്ലി നമ്മൾ എന്താണ് കണ്ടുവരുന്നത് എന്നാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അതെന്താണ് നമ്മൾ കല്യാണം കഴിച്ചിട്ട് ചിലപ്പോൾ എന്താണ് നമ്മൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരിക്കും നിൽക്കുന്നത്, എന്നിട്ട് നമ്മളൊന്ന് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകുമ്പോൾ എന്താണ് നമ്മൾ പുതിയ വീട് വെച്ച് മാറുന്നു അല്ലെങ്കിൽ പുതിയ വീടെടുത്ത് മാറുന്നു, അങ്ങനെയൊക്കെ. ഏതെന്താ പാരന്റൽ പ്രോപ്പർട്ടി ഓർ പർച്ചേസ്ഡ് വൺ. അപ്പം നമുക്ക് ചിലപ്പോൾ കിട്ടിയ സ്വത്തിലായിരിക്കാം അല്ലെങ്കിൽ എന്താണ് നമ്മൾ പുതിയതായിട്ട് വേറെ പർച്ചേസ് ചെയ്യുന്നു. ദിസ് ടൈപ്പ് ഓഫ് റെസിഡൻസിനെയാണ് നമ്മൾ എന്താണ് നിയോ ലോക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നിയോ എന്ന് പറയുന്ന വേർഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ഓർത്ത് വെക്കാവുന്നേ ഉള്ളൂ. നിയോ എന്ന് പറഞ്ഞാൽ എന്താണ്, ന്യൂ എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ എന്താണ് കല്യാണം കഴിഞ്ഞിട്ട് കപ്പിള് പുതിയൊരു വീട്ടിലേക്ക് മാറുന്നു, പുതിയൊരു സ്ഥലത്തേക്ക് മാറുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് എന്താണ് ബേസ്ഡ് ഓൺ റെസിഡൻസ് ആയിട്ട് നമ്മുടെ ക്ലാസിഫിക്കേഷനിൽ പഠിക്കാനുള്ളത്. ഇനി നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഡിസെന്റ്, അതായത് നമ്മളെ വംശം റിലേറ്റ് ചെയ്ത് നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. അപ്പം നേരത്തെ നമ്മൾ മരുമക്കത്തായം ഒരു സ്ഥലത്ത് കണ്ടു, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് ഇവിടെ സ്ലൈഡിൽ കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ്. അപ്പം എന്താണ് പാട്രി ലീനിയലിനെയാണ് നമ്മൾ എന്താണ് മക്കത്തായം എന്ന് വിളിക്കുന്നത്. അപ്പം നേരത്തെ പാട്രി ആർക്കൽ പറഞ്ഞപ്പോൾ പാട്രി ലീനിയൽ നമ്മൾ അവിടെ കണ്ടു, നമ്മൾ ലീനിയേജ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. പക്ഷെ എന്താണ് മെയിൻ എലമെന്റ് എന്താണ് സെയിം ആണ്. അപ്പോൾ പാട്രി ലീനിയലിനെയാണ് നമ്മൾ എന്താണ് മക്കത്തായം എന്ന് പറയുന്നത്. ഇൻഹെറിറ്റൻസ് ആൻഡ് ഡിസെന്റ് റൂൾസ് ലെറ്റ്സ് ഫോളോ ദി ഫാദേഴ്സ് ലൈൻ. പാട്രി എന്ന് കണ്ടപ്പോഴേ നിങ്ങൾക്ക് എന്തായിരിക്കും മനസ്സിലായിരിക്കാം. പക്ഷെ എന്താണ് ഇവിടെ ഡിസെന്റ് റിലേറ്റഡ് ക്ലാസിഫിക്കേഷൻ ആണ് ഇത് ലീനിയൽ എന്ന് പറയുന്നത്. ബേസ്ഡ് ഓൺ നമ്മുടെ ലീനിയേജ് എന്ന് ചോദിച്ചാൽ അത് പാട്രി ലീനിയലോ. അപ്പം എന്താണത് മക്കത്തായം എന്ന് പറയുമ്പോൾ എന്താണ് പാട്രി ലീനിയലാണ്, മക്കത്തായം എന്ന് പറയുമ്പോൾ എന്താണ് പാട്രി ലീനിയലാണ്. അതേപോലെ തന്നെ എന്താണ് ഫാദേഴ്സ് ലൈൻ വഴി എന്താണ് നമുക്ക് ഇൻഹെറിറ്റൻസ് കിട്ടുക. In such families, rights, lineage and properties are transferred from the father to next generation. Okay, നമ്മുടെ അച്ഛൻ്റെ സൈഡിൽ നിന്നായിരിക്കും എന്താണ് നമുക്ക് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുക. ഓക്കെ, അതാണ് പാട്രി ലീനിയൽ അല്ലെങ്കിൽ മക്കത്തായം എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ദ കോമൺ ടൈപ്പ് ഓഫ് സോഷ്യൽ ഓർഗനൈസേഷൻ ഫൗണ്ട് ഇൻ സൊസൈറ്റി. കാരണം നമ്മുടെ സൊസൈറ്റിയിൽ മോസ്റ്റ്ലി നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന എന്താണ് മാട്രി ലീനിയൽ അല്ലെങ്കിൽ മക്കത്തായമാണ്. ഇൻ ദ ട്രഡീഷണൽ സിസ്റ്റം ഓഫ് മൊണാർക്കീസ്, എന്താണ് മൊണാർക്കീസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ കിങ് റൂൾ ഇനിയാണ് നമ്മൾ എന്താണ് മൊണാർക്കി എന്ന് പറയുന്നത്, രാജഭരണം. ദ പാട്രിലീനിയൽ ഡിസെന്റ് ഇസ് ഫോളോഡ് ആസ് ദ അലോ ഓൺലി മെയിൽ സക്സഷൻ ഫ്രം ഫാദർ ടു സൺ. അപ്പോൾ എന്താണ് മൊണാർക്കി അല്ലെങ്കിൽ എന്താണ് രാജഭരണത്തിൻ്റെ സമയത്തൊക്കെ എന്താണ് പാട്രിലീനിയൽ ഡിസെന്റ് മാത്രമേ എന്താണ് അലോ ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. കാരണം എന്താണ് പ്രോപ്പർട്ടിയൊക്കെ ട്രാൻസ്ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് രാജാവ് ആരാണോ ആവുന്നത് അടുത്ത മകനെയാണ് അടുത്ത യുവരാജാവായിട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പം എന്താണ് ഫ്രം ഫാദർ ടു സൺ ആയിരുന്നു എന്താണ് മൊണാർക്കീസിലൊക്കെ എന്താണ് പാട്രിലീനിയൽ ഡിസെന്റ് എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പം എന്താണ് മാട്രിലീനിയലിനെയാണ് നമ്മൾ എന്താണ് മരുമക്കത്തായം എന്ന് പറയുന്നത്. അപ്പോൾ പാട്രിലീനിയൽ മക്കത്തായം, മാട്രിലീനിയൽ എന്താണ് മരുമക്കത്തായം. അപ്പം ഇങ്ങനെ ആലോചിച്ചാൽ മതി, മാട്രിലീനിയൽ എന്ന് പറഞ്ഞാൽ മരുമക്കത്തായം. സോ ഫാമിലിയൽ റിലേഷൻഷിപ്പ് ട്രേസ്ഡ് ത്രൂ ദി ഫാമിലി ലൈൻ ആർ നോൺ ബൈ മാട്രിലീനിയൽ ഡിസെന്റ്. അപ്പം എന്താണ് ത്രൂ ദി ഫീമെയിൽ എന്താണ് ലൈൻ ആർ നോൺ ആണ് എന്താണ് മാട്രിലീനിയൽ ഡിസെന്റ് എന്ന് പറയുന്നത്. ദിസ് കൈൻഡ് ഓഫ് ദ ഫാമിലീസ് ആൻസസ്ട്രി ഇസ് ബിലീവ്ഡ് ടു ബി വുമൻ ഹൂ ഇസ് ദ സെൻട്രൽ ഫിഗർ. അപ്പം എന്താണ് മദറിൽ നിന്നും എന്താണ് ഡോട്ടറിലേക്കായിരിക്കും ഇൻഹെറിറ്റൻസ് ട്രാൻസ്ഫോം ആവുന്നത് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ആവുന്നത്. അപ്പം എന്താണ് ഒരു സെൻട്രൽ ഫിഗർ അല്ലെങ്കിൽ നമ്മുടെ ആൻസസ്റ്റർ എന്ന് പറയുന്നത് എന്താണ് വുമൺ ആൻസസ്റ്ററിനെ ആയിരിക്കും എന്താണ് നമ്മൾ സെൻട്രൽ ഫിഗറായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതാണ് എന്താണ് മാട്രിലീനിയൽ അല്ലെങ്കിൽ മരുമക്കത്തായം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ മരുമക്കത്തായം എവിടെയാണ് നമ്മുടെ കേരള സൊസൈറ്റിയിൽ കാണുന്നു എന്ന് നമ്മൾ പറഞ്ഞു, എന്താണ് നായർ കമ്മ്യൂണിറ്റിയിൽ. എന്താണ് നമ്മൾ ട്രൈബ്സ് 2 എക്സാമ്പിൾ പറഞ്ഞിരുന്നു, അതേതാണ് ഖാസി ഗാരോ ട്രൈബ്സ് ഓഫ് മേഘാലയ. ഓക്കെ, ദ വെൽത്ത് ഇസ് നോർമലി ഡിവൈഡഡ് അമോങ് ചിൽഡ്രൻ ത്രൂ ദ മദേഴ്സ് ഡിസെന്റ്. ഇൻ ഇന്ത്യ ഇവിടെ പറഞ്ഞിട്ടുണ്ട് കാസീസ് ഇൻ മേഘാലയ ആൻഡ് ട്രഡീഷണൽ നായേഴ്സ് ഓഫ് കേരള ആണ് ടിപ്പിക്കലി നമ്മൾ മാട്രിലീനിയലിൻ്റെ എക്സാമ്പിളായിട്ട് പറയുക. അത് നിങ്ങൾ ഓർത്ത് വെച്ചോളാം, ക്വസ്റ്റ്യൻ ചോദിക്കും. ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം,
അനദർ നെയിം ഓഫ് മാട്രിലീനിയൽ, മരുമക്കത്തായം ഏതിൻ്റെ അല്ലെങ്കിൽ ഓറിട്ട് ചോദിച്ചാൽ മാട്രിലീനിയൽ ആണ്, മക്കത്തായമാണെങ്കിൽ പാട്രിലീനിയൽ. അങ്ങനെയും എന്താണ് ചിലപ്പോൾ വൺ വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ഇനി ലാസ്റ്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് എന്ത്? ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ റിലേഷൻഷിപ്പ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ് ബേസ്ഡ് ആയിട്ട് എങ്ങനെയൊക്കെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്? കോൺസാങ്ഗ്വിനസ് ഫാമിലി. അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ ക്വസ്റ്റ്യനിൽ ബ്ലഡ് റിലേഷൻഷിപ്പ് കൊണ്ട് ഡിവൈഡ് ചെയ്തേക്കുന്ന അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്തേക്കുന്ന ഏത് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ആണെന്ന് ചോദിച്ചാൽ കോൺസാങ്ഗ്വിനസ് ഫാമിലി ആണ് എന്ത് അതിൻ്റെ ആൻസർ ആയിട്ട് വരിക. അതാണ് സെയിം ബ്ലഡിലുള്ള ആൾക്കാരെയാണ് നമ്മൾ കോൺസാങ്ഗ്വിനസ് ഫാമിലി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തുന്നത്. Consanguineous family means that family organizations related by blood relationship or having the same origin. അപ്പോൾ എന്താണ് സെയിം ഒറിജിൻ അല്ലെങ്കിൽ എന്താണ് റിലേറ്റഡ് ടു ബ്ലഡ് റിലേഷൻഷിപ്പ് ആയിരിക്കും. എന്താണ് നമ്മുടെ അച്ഛനമ്മ, നമ്മുടെ അനിയത്തി, അനിയൻ, ചേട്ടൻ, ഇവരൊക്കെ എന്താണ് നമ്മൾ എങ്ങനെയാണ് റിലേറ്റ് ചെയ്തേക്കുന്നത്? നമുക്ക് ബ്ലഡ് റിലേഷൻഷിപ്പ് ആണുള്ളത്. അതിനെയാണ് നമ്മൾ എന്താണ് കോൺസാങ്ഗ്വിനസ് എന്ന് പറയുന്നത്. റാദർ ദാൻ മാരിറ്റൽ റിലേഷൻഷിപ്പ്, അതായത് എന്താണ് മാരിറ്റൽ റിലേഷൻഷിപ്പ് അല്ലാതെ ബാക്കിയുള്ള പാരന്റ് ചൈൽഡ് റിലേഷൻസ്, ബ്രദർ സിസ്റ്റർ ലിങ്ക്സ് ആർ ഓഫ് പ്രൈം ഇമ്പോർട്ടൻസ്. അതൊക്കെയാണ് എന്ത് നമ്മൾ പ്രൈം ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താണ് ഈ ഒരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനിൽ കണക്കാക്കുന്നത്. ഡിഗ്രി ഓഫ് റിലേറ്റഡ്നെസ് എന്താണ്? ബേസ്ഡ് ഓൺ ബ്ലഡ് ഇസ് കോൺസാങ്ഗ്വിനേറ്റ്. ബ്ലഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ റിലേഷനെയാണ് നമ്മൾ കോൺസാങ്ഗ്വിനസ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ എന്താണുള്ളത്? കോൺജുഗലാണ്. കോൺജുഗൽ ഫാമിലി എന്താണ്? നമ്മൾ മാരേജ് വഴി നമ്മൾ യുണൈറ്റ് ആവുന്ന ഫാമിലിയാണ് നമ്മൾ കോൺജുഗൽ ഫാമിലി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ്, അതേപോലെ തന്നെ മാരേജ് വഴി നമുക്ക് കിട്ടുന്ന ബാക്കി എന്താണ് റിലേഷൻ, ലൈക്ക് ഇൻലോസ്, ബ്രദർ ഇൻലോ, സിസ്റ്റർ ഇൻലോ, ഇവരൊക്കെയാണ് എന്താണ് കോൺജുഗൽ ഫാമിലിയിൽ വരുന്നത്. അപ്പോൾ എന്താണ് ഫാമിലി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ത്രൂ എ മാരേജ് റിലേഷൻഷിപ്പ് ഇസ് റെഫർഡ് ടു ആസ് കോൺജുഗൽ. അപ്പോൾ എന്താണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കും, കോൺസാങ്ഗ്വിനലിന് ബ്ലഡ് റിലേഷൻഷിപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ കോൺസാങ്ഗ്വിനൽ ആണ്, അതാണ് അവിടുത്തെ ക്വസ്റ്റ്യൻ. കോൺജുഗൽ ആണെങ്കിൽ എന്താണ് ഇവിടെ എന്താണ് ബൈ മാരേജ് ഏത് ഫാമിലിയാണ്, ഏത് ടൈപ്പ് ഓഫ് ഫാമിലി റിലേഷൻഷിപ്പ് ആണെന്ന് ചോദിച്ചാൽ കോൺജുഗൽ ഫാമിലിയാണ്. In this kind of family, organization rather than blood relationship, എന്താണ് rather than blood relationship, blood relation അല്ലാതെ പ്രൈമറി എംഫസിസ് എവിടെയാണ്? ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിലാണ് എന്ത് പ്രൈമറി എന്താണ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് മാരേജ് വഴി റിലേറ്റ് ചെയ്ത ഫാമിലിയെ നമ്മൾ കോൺജുഗൽ ഫാമിലി എന്നും, ബ്ലഡ് റിലേഷനിലാണെങ്കിൽ എന്താ നമ്മൾ കോൺസാങ്ഗ്വിനസ് ഫാമിലി എന്നും പറയുന്നു. ഓക്കെ, താങ്ക് യു.